നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. സ്ത്രീകളെ ക്ഷേത്രങ്ങളിൽ പൂജാരിമാരായി നിയമിക്കുമെന്ന നിർണായക പ്രഖ്യാപനവുമായി DMK സർക്കാർ രംഗത്ത് വന്നു. പൂജാരിമാരാകാൻ താൽപ്പര്യമുള്ള സ്ത്രീകൾക്ക് സർക്കാർ പരിശീലനം നൽകുമെന്നും തമിഴ്നാട് ദേവസ്വം മന്ത്രി PK ശേഖർ ബാബു അറിയിച്ചു. സ്ത്രീകൾ പൂജാരിമാരാകാൻ മുന്നോട്ട് വന്നാൽ സർക്കാർ അത് അംഗീകരിക്കുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. മുഖ്യമന്ത്രി MK സ്റ്റാലിൻ്റെ അംഗീകാരം ലഭിച്ചാലുടൻ സ്ത്രീ പൂജാരിമാർക്ക് പരിശീലനം നൽകി തുടങ്ങുമെന്നും മന്ത്രി പറഞ്ഞു. വിഷയത്തിൽ ഹിന്ദു ഐക്യവേദി RV ബാബു, അഡ്വക്കേറ്റ് P സതീദേവി, ലക്ഷ്മി രാജീവ് സാമൂഹ്യ പ്രവർത്തക, രാഹുൽ ഈശ്വർ, ഡോക്ടർ TS ശ്യാംകുമാർ താന്ത്രിക വിദ്യയിലെ ആദ്യത്തെ ദളിത് ഗവേഷകൻ, ഫാദർ പോൾ തെലക്കാട്ടിനെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ RV ബാബു, കേരളത്തിലും സ്ത്രീകൾക്ക് പൗരോഹിത്യ ജോലി നൽകിയാൽ എങ്ങനെയിരിക്കും? കേരളത്തിൻ്റെ ക്ഷേത്രങ്ങൾക്ക് ഒരു താന്ത്രികമായ സ്വഭാവമുണ്ട്. ആ ഓരോ ക്ഷേത്രങ്ങൾക്കും അതിൻ്റെ താന്ത്രിക സ്വഭാവം വ്യത്യസ്തമാണ്, താന്ത്രിക രീതികൾ വ്യത്യസ്തമാണ്. അതൊരു വശം നമ്മളത് പരിഗണിക്കണം. അതോടൊപ്പം തന്നെ ഇത്തരം സാമൂഹ്യ രംഗത്തുണ്ടായ മാറ്റങ്ങൾ, കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളാനും നമ്മൾ തയ്യാറാവേണ്ടി വരും. ഇപ്പോൾ തന്നെ കേരളത്തിൽ ഇതൊരു പുതിയ കാര്യമായിട്ട് നികേഷ് കരുതണ്ട. നമ്മുടെ കേരളത്തിൽ നിലവിൽ ചില ക്ഷേത്രങ്ങളിലെങ്കിലും, മണ്ണാർശാല മാത്രമല്ല, നമ്മുടെ അമൃതാനന്ദമയിയുടെ ക്ഷേത്രങ്ങൾ മാത്രമല്ല, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അമൃതാനന്ദമയി തന്നെയാണ് ആ ക്ഷേത്രങ്ങളുടെ പ്രതിഷ്ഠയെ നടത്തിയിട്ടുള്ളത് എന്നുള്ളത്. അമ്മ തന്നെയാണ് അതിൻ്റെ പ്രതിഷ്ഠ. അപ്പോൾ സ്ത്രീ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള ക്ഷേത്രമാണ് എന്നുള്ളത്. ഞാൻ ഈ കഴിഞ്ഞ ഒരു 2 വർഷം മുമ്പാണ്, 2 വർഷമാണോ അത് 1 വർഷം മുമ്പാണെന്ന് പറഞ്ഞു, ഇരിങ്ങാലക്കുടയിൽ പൈനികാവ് ഭദ്രകാളി ക്ഷേത്രം, ആ പൈനികാവ് ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ അവിടെ പൂജാരിയായിട്ടുള്ള ഒരു പെൺകുട്ടി, ആ കുട്ടി വേദാന്ത സംസ്കൃതമൊക്കെ കഴിഞ്ഞിട്ടുള്ള കുട്ടി, ഒരു പ്രശസ്ത നമ്പൂതിരി കുടുംബത്തിൽപ്പെട്ട തരണല്ലൂർ പത്മനാഭൻ, അവരുടെ ജ്യോത്സന പത്മനാഭൻ എന്നാണ് ആ കുട്ടിയുടെ പേര്. അപ്പോൾ ആ കുട്ടി പൂജാരിയായിട്ട് ഉണ്ടായ ചരിത്രം അതും പത്രവാർത്തകളിലൊക്കെ വരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കേരളത്തിൽ അതൊരു പുതുമയുള്ള കാര്യമായിട്ട് നമ്മൾ കരുതണ്ട. മാത്രമല്ല, ഇപ്പോൾ തമിഴ്നാട് സർക്കാർ സ്ത്രീകളെ പൂജാരിമാരാക്കുന്നു, കേരള സർക്കാരും അങ്ങനെ ആക്കുന്നു എന്നൊരു പ്രഖ്യാപനം വന്നാൽ ഹിന്ദു ഐക്യവേദി എന്ത് ചെയ്യും? അതെ, ഞാനതാ പറഞ്ഞത്. അപ്പോൾ തത്വത്തിൽ അത് സ്വാഗതം ചെയ്യും. പക്ഷേ നമ്മൾ ഏത് കാര്യവും നമ്മൾ നോക്കുമ്പോഴും, ഇപ്പോൾ തത്വത്തിൽ സ്വാഗതം ചെയ്യുമ്പോഴും ചില കാര്യങ്ങളുടെ ഒരു സമവായത്തിലേക്ക് നമ്മൾ പരിശ്രമിക്കേണ്ടി വരും. എന്താണ് ചില കാര്യങ്ങൾ? അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ ക്ഷേത്രങ്ങളുടെയും പ്രത്യേകതകളുണ്ട്. ക്ഷേത്രങ്ങളിലെ സ്ത്രീകൾക്ക് നമ്മൾ ഹിന്ദു സമൂഹത്തിൻ്റെ ഹിന്ദു മതത്തിൻ്റെ ഒരു പ്രത്യേകതയിൽ സ്ത്രീകളുടെ പല കാര്യങ്ങളിലും സ്ത്രീകളും കൂടി ഇല്ലാതെ ഒരു ചടങ്ങും പൂർത്തീകരിക്കാൻ സാധ്യമല്ല. പല കാര്യങ്ങളിലും സ്ത്രീകളുടെ സാന്നിധ്യം, സ്ത്രീകളുടെ പങ്കാളിത്തത്തോട് കൂടിയിട്ടേ കാര്യങ്ങൾ നടപ്പാവൂ. അപ്പോൾ ഇവൻ ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ പോലും നമ്മൾ നോക്കും, അവിടുത്തെ മാല കെട്ടുന്നതായാലും കഴകക്കാരായാലും അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ സ്ത്രീകളുടെ വലിയ പങ്കാളിത്തമുണ്ട്. അവിടെ ശ്രീകോവിലിൽ കയറി പൂജിക്കുക എന്നുള്ളൊരു വിഷയത്തിൽ അവരുടെ ബയോളജിക്കലായിട്ടുള്ള ചില പ്രശ്നങ്ങളും ഒക്കെ താന്ത്രിക വിധിക്ക് അനുസരിച്ചിട്ട് മാസമുറയാണ് ഉദ്ദേശിക്കുന്നത്. അതെ, അപ്പോൾ അത് നമുക്ക് ഡിബേറ്റബിൾ ആവാം. പക്ഷേ അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രങ്ങൾ നിലനിൽക്കുന്നത് അത് ആ വിശ്വാസങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ്, ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അവിടെ ഒരു മാറ്റം വരുമ്പോൾ മറ്റു പല കാര്യങ്ങളും കൂടെയാണ്. ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ ഒരു സ്ത്രീയെ പൂജാരി ആവാം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിലവിൽ എന്തുകൊണ്ടാണ് അമൃതാനന്ദമയുടെ ബാക്കി മുഴുവൻ ക്ഷേത്രങ്ങളിൽ പോലും ഇല്ല, 2 ക്ഷേത്രങ്ങളിലാണ് ഇപ്പോൾ നിലവിലായിട്ട് ഉള്ളത്. അതിനൊരുപാട് പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട് നികേഷ്. എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു സ്ത്രീ അവർ പൂജാരിയായി അവർ ഗാർഹസ്ഥ്യ ജീവിതം നയിക്കുന്ന ഒരു സ്ത്രീ കൂടിയാവും. സ്വാഭാവികമായിട്ടും അവർ ഗർഭിണിയാകും. ഒരു ഗർഭിണിയായിട്ടുള്ളൊരു സ്ത്രീക്ക് ഇരുന്ന് പൂജ ചെയ്യാൻ, അവർ അത് കഴിഞ്ഞ ഒരു 6 മാസം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ക്ഷേത്രത്തിൽ വരാതിരിക്കാൻ പറ്റുക, അങ്ങനെയുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട്. വേറെ കാലം പിന്നെ കുട്ടിയായി കഴിഞ്ഞാൽ പോലും ഏറെ കാലം ആ പ്രവൃത്തി തുടരാം. കാരണം ക്ഷേത്രത്തിന്റെ പൂജാ സംവിധാനങ്ങളുടെ സമയക്രമമൊക്കെ വളരെ വല്ലാത്തൊരു സമയക്രമമാണ്. ബാക്കി 3:30 മണിക്കൊക്കെയാണ്. ഇത് പുരുഷന്മാർക്കും പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ പല കാര്യങ്ങളിലും ഉണ്ടാകും. നമുക്ക് പല അസുഖങ്ങൾ വരുന്നതാണ്. ഞാൻ പറയുന്നത് എന്നെ തോൽപ്പിക്കാനല്ല, എന്ന് വെച്ചാൽ സാംസ്കാരികമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്, സാമൂഹ്യമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഇതാ തമിഴ്നാട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു പരിഷ്കാരം, നിങ്ങളതിനെ ഇൻ പ്രിൻസിപ്പിൾ അംഗീകരിക്കുന്നു. വളരെ നല്ല കാര്യം ശ്രീ RV ബാബു. അപ്പോൾ പുരുഷന്മാർക്ക് ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകുന്നത് പോലെ തന്നെ സ്ത്രീകൾക്കും ശാരീരിക അസ്വാസ്ഥ്യങ്ങളും ശാരീരികമായിട്ടുള്ള മാറ്റങ്ങളും ഉണ്ടാകുന്നു എന്ന് മാത്രം കണ്ടാൽ പോരെ അതിനെ? ഇല്ല, ഞാൻ ശാരീരിക മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ, അതാണ് മാസമുറയുടെ കാര്യം മാത്രമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക്, പ്രത്യേകിച്ച് അവർ ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് വരുമ്പോൾ
ആ സ്ത്രീ വിവാഹിതയായിട്ട് ഗർഭിണിയാകുന്ന സാഹചര്യങ്ങളൊക്കെ വരുന്ന സാഹചര്യത്തിലൊക്കെ ഈ പൂജാ സംവിധാനങ്ങളിൽ വലിയ തോതിൽ മുടക്കുകൾ സംഭവിക്കും. അവർക്ക് തുടരാൻ പറ്റാതെ വരും, ഏറെക്കാലം അവർക്ക് വിട്ടു നിൽക്കേണ്ടി വരും. അത്തരം കുറേ ഞാൻ പ്രായോഗികമായ നമ്മൾ സമൂഹത്തിലല്ലേ ജീവിക്കുന്നത്, ആ സമൂഹത്തിൽ പ്രായോഗികമായ ഇത്തരം പ്രശ്നങ്ങൾ കൂടി അഭിമുഖീകരിക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും ഈ തുടരുന്ന സ്ത്രീകൾ വരും, പലപ്പോഴും അത് തുടരാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് പോകുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ അമൃതാനന്ദമയുടെ തുടക്കത്തിൽ പല ക്ഷേത്രങ്ങളിലും. ശരി ശരി, ഒരു പ്രാഥമികമായ വാദമായി ഞാൻ മടങ്ങിയെത്താം താങ്കളിലേക്ക്. എല്ലാവരുടെയും കൂടെ അഭിപ്രായം എടുക്കട്ടെ. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നിലപാട് എന്താണ് ശ്രീമതി പി സതീദേവി? തമിഴ്നാട്ടിലെ സ്റ്റാലിൻ ഗവൺമെന്റ് ഇന്നലെ പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവ് പ്രകാരം ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെന്റിന്റെ കീഴിലുള്ള തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിൽ പൂജാരിമാരായി സേവനമനുഷ്ഠിക്കാൻ ജാതിയുടെയോ ഹിന്ദു മതവിശ്വാസികളായിട്ടുള്ള ജാതീയമായിട്ടുള്ള വേർതിരിവോ ലിംഗപരമായിട്ടുള്ള വേർതിരിവോ ഇല്ലാതെ ആർക്കും അപേക്ഷിക്കാം എന്നുള്ള രൂപത്തിലാണ് ഉത്തരവ് വന്നിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഒരു ജോലിക്ക് അപേക്ഷിക്കാൻ ഭരണഘടനാപരമായി യാതൊരു വിവേചനവും പാടില്ല എന്നുള്ള തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സംസ്ഥാന ഗവൺമെന്റ് ആ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത് എന്നാണ് തോന്നുന്നത്. ജാതീയപരമായും ലിംഗപരമായും ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഉച്ചനീചത്വങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ സ്വാഭാവികമായിട്ടും ഏതൊരു ഭരണ സംവിധാനത്തിനുണ്ട്. എന്നാൽ ആ ഭരണപരമായിട്ടുള്ള നടപടികളുടെ ഭാഗമായിട്ട് മാത്രം എല്ലാ ഉച്ചനീചത്വങ്ങളും അവസാനിപ്പിക്കാൻ കഴിയും എന്ന് ഉള്ള ധാരണയും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷെ പുരോഗമനപരമായി കൈക്കൊള്ളുന്ന ഏതൊരു നിലപാടും അത് സമൂഹത്തിൽ കാലാനുസൃതമായിട്ടുള്ള ചർച്ചകൾക്കും മാറ്റങ്ങൾക്കും ഇടവരുത്തും എന്നുള്ളത് തന്നെയാണ്. സ്വാഭാവികമായിട്ടും ഈ തീരുമാനം സ്വാഗതാർഹമാണ് എന്ന അഭിപ്രായമാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത്. ഇപ്പൊ ക്ഷേത്രങ്ങളിൽ ദൈവങ്ങളെ കുറിച്ചിട്ടുള്ള സങ്കല്പം തന്നെ, സ്ത്രീയായിട്ട് ദൈവങ്ങളെ സങ്കല്പിക്കുന്ന ഒട്ടനവധി ക്ഷേത്രങ്ങളുണ്ട്. സ്ത്രീ ദൈവങ്ങളും പുരുഷ ദൈവങ്ങളും ഉണ്ട്. പുരുഷ ദൈവങ്ങൾ ഇപ്പൊ മലബാർ ഭാഗങ്ങളിൽ, വടക്കൻ മലബാറിൽ പുരുഷ ദൈവങ്ങളെയും സ്ത്രീ ദൈവങ്ങളെയും കെട്ടിയാടുന്നത് പുരുഷന്മാര് തന്നെയാണ്. എന്നാൽ ചുരുക്കം ചില ക്ഷേത്രങ്ങളിലെങ്കിലും സ്ത്രീ ദൈവങ്ങളെ കെട്ടിയാടുന്ന സ്ത്രീകൾ തന്നെ കെട്ടിയാടുന്ന, അത് വിശ്വാസികൾ അത് ആരാധനാപൂർവം കണ്ടു നിൽക്കുന്ന സ്ഥിതിവിശേഷമുണ്ട്. കണ്ണൂർ ജില്ലയിലെ തെക്കുംപാട് കൂലോം കാവിൽ ദൈവക്കൂത്ത് എന്ന പേരിൽ അത് തെയ്യം കെട്ടിയാടുന്നത്, അത് സ്ത്രീകളാണ് അത് കെട്ടിയാടുന്നത്. തെയ്യം കലാകാരിക്ക് അടുത്തയിടെ ഫോക്ലോർ അക്കാദമി ഒരു വേദിയിൽ വെച്ച് തമിഴ്നാട് സർക്കാരിന്റെ ഈ വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റം അത് കേരള സർക്കാരിനോട് കൂടി നടപ്പാക്കാൻ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ആവശ്യപ്പെടുവോ? കേരള സർക്കാർ പുരോഗമനപരമായിട്ടുള്ള നടപടിയാണല്ലോ ഈ ക്ഷേത്രങ്ങളിലെ പൂജാരിമാരെ നിയമിക്കുന്ന കാര്യത്തിൽ ദളിതർക്ക് അപേക്ഷിക്കാം എന്നുള്ള ഒരു നിലപാട് ഈ സവർണ ആധിപത്യം നിലവിലുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ അതിൽ നിന്ന് മാറിക്കൊണ്ട് ആരാധന നടത്താനും ആ പൂജ നടത്താനുള്ള താന്ത്രിക വിദ്യ വശത്താക്കിയിട്ടുള്ള, അതിന് അർഹതപ്പെട്ടിട്ടുള്ള ദളിത് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളെയും പൂജാരിമാരായിട്ട് നിയമിക്കാം എന്നുള്ള ഉത്തരവ് കൊണ്ടുവന്നിട്ടുള്ളത് കേരളത്തിലെ ഗവൺമെന്റ് ആണ്. അതൊരു പുരോഗമനപരമായിട്ടുള്ള ഒരു സ്റ്റെപ്പായിട്ട് കാണുകയാണ്. പടിപ്പടിയായി സംസ്ഥാന ഗവൺമെന്റുകൾ ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നത് അത് സമൂഹത്തിൽ ഈ നിലനിൽക്കുന്ന ഉച്ചനീചത്വങ്ങൾ ഇല്ലായ്മ ചെയ്യാനും വിവേചനങ്ങൾ അവസാനിപ്പിക്കാനും ഇടവരുത്തുന്ന ഒരു നടപടിയായിട്ട് ചൂണ്ടിക്കാണിച്ചതുപോലെ ശ്രീമതി സതീദേവി ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് പൂജാരിമാരാകാനുള്ള സംവരണം ഏർപ്പെടുത്തി. ഇന്ന് പല ക്ഷേത്രങ്ങളിലും ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് അതിനുള്ള അവസരവും ലഭിക്കുന്നു. ഈ മന്ത്രിസഭയുടെ ഒരു പ്രത്യേകത ശ്രീ കെ രാധാകൃഷ്ണനാണ് ദേവസ്വം മന്ത്രി എന്നുള്ളതാണ്. അപ്പോൾ ചില മാറ്റങ്ങൾ ഘട്ടം ഘട്ടമായി ചവിട്ടുവടികൾ പോലെ വരുത്തുന്നു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ അടുത്തത് കേരളമാണ്, തമിഴ്നാട്ടിൽ ഇന്ന് കണ്ടത് അടുത്തത് കേരളമാണ് എന്നാണോ അതിൻ്റെ അർത്ഥം? പരമ്പരാഗതമായി ഒരു ദ്രവീഡിയൻ കൾച്ചർ നിലനിൽക്കുന്ന സംസ്ഥാനമാണ്. അവിടുത്തെ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ ഒക്കെ ചരിത്രം എടുത്തിക്കഴിഞ്ഞാൽ അത് അവിടുത്തെ പൊതുസമൂഹം തന്നെ ആ ദ്രവീഡിയൻ കൾച്ചറിനെ ഉൾക്കൊണ്ടുകൊണ്ട് അവിടുത്തെ രാഷ്ട്രീയ പരമായിട്ടുള്ള ഇടപെടലുകളിലും രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടിൽ ഉൾപ്പെടെ അത് കാണാൻ കഴിയും എന്നുള്ളത് അത് തമിഴ്നാട്ടിലെ പൊതുസമൂഹം ഈ നടപടിയെയും സ്വീകരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അതെ അതെ, തമിഴ്നാടിന്റെ ഒരു പ്രത്യേകതയുണ്ട്, സാമൂഹിക നീതി അടിസ്ഥാനമാക്കിയിട്ടുള്ള DMK ആണ് അവിടെ എന്നുള്ളത്. അതേപോലെ തന്നെ ഒരു പാരമ്പര്യം അവകാശപ്പെടാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിയണ്ടേ? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഒരു സോഷ്യൽ ജസ്റ്റിസ് പാർട്ടി ആയിട്ടുള്ള DMK ഇത് തുടങ്ങി വെക്കുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ അത് സാമൂഹ്യ നീതി കൈവരിക്കുന്നതിന് വേണ്ടി
ഉതകുന്ന ഒട്ടനവധി നടപടികളാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. പാർശ്വവൽകൃത ജനവിഭാഗങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ, ജനസംഖ്യയുടെ പകുതിയിലധികം വരുന്ന സ്ത്രീകളെ അവരുടെ സാമൂഹ്യ പദവി മെച്ചപ്പെടുത്താൻ ഉതകുന്ന രൂപത്തിലുള്ള ഒട്ടനവധി നടപടികൾ ഈ ഗവൺമെന്റ് കഴിഞ്ഞ 5 വർഷക്കാലം സ്വീകരിച്ചിട്ടുണ്ട്. പുതിയ ഗവൺമെന്റും സ്വാഭാവികമായിട്ട് ഏറ്റവും പാർശ്വവൽകൃതമായിട്ടുള്ള വിഭാഗങ്ങളെ ഇത്തരം അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുമ്പോഴും അത് കേരളത്തില് സ്ത്രീ പൂജാരികൾ വേണമെന്ന ആവശ്യം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഉന്നയിക്കുന്നതിൽ നിന്ന് ഇപ്പോഴും മാറി നിൽക്കുകയാണ്. പൂജാരികളായി എന്നുള്ളത് കൊണ്ട് മാത്രം ഈ സ്ത്രീകൾ ഇന്ന് അനുഭവിക്കുന്ന നാനാവിധത്തിലുള്ള വിവേചനങ്ങൾ ഇല്ലായ്മ ചെയ്യപ്പെടും എന്നുള്ള ഒരു ധാരണയൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അതൊരു സ്റ്റെപ്പ് മാത്രമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു സർക്കാരിന്റെ ഒരു നടപടി തമിഴ്നാട്ടിലെ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ള സ്വാഗതാർഹമായിട്ടുള്ള ഒരു നിലപാടാണ്. അത് കേരളീയ സമൂഹം ഏത് രൂപത്തിൽ അത് അത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായാൽ സ്വീകരിക്കും എന്നുള്ളത് വേറെ വിഷയമാണ്. പക്ഷെ അത്തരത്തിലുള്ള ഒരു നടപടി കൊണ്ട് മാത്രം സ്ത്രീ ഇന്ന് സമൂഹത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിവേചനപരമായിട്ടുള്ള അവസ്ഥകൾക്ക് അറുതി വരുത്താൻ കഴിയില്ല. അതിനുതകുന്ന രൂപത്തിലുള്ള ഒട്ടേറെ നടപടികൾ ഈ സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കുന്നുണ്ട്. ദയവായി തുടരുക. ഞാൻ മടങ്ങിയെത്താം താങ്കളിലേക്ക്. ശ്രീമതി ലക്ഷ്മി രാജീവ്, അല്പം മുമ്പ് ശ്രീ RV ബാബു ഹിന്ദു ഐക്യവേദി പറയുന്നത് ഇതിൽ ഞങ്ങൾക്ക് തത്വത്തിൽ സമ്മതമാണ് എന്നാണ്. ഹിന്ദു ഐക്യവേദിയുടെ അഭിപ്രായം തത്വത്തിൽ അത് അംഗീകരിച്ച് മുന്നോട്ട് പോകാമെന്നാണ്. ഇനിയിപ്പോൾ ബാക്കിയുള്ള സംഘടനകളൊക്കെ അതിനകത്ത് എന്ത് നിലപാടെടുക്കുമെന്ന്. പക്ഷേ RV ബാബു പറയുന്ന പ്രായോഗികമായ പ്രശ്നങ്ങളുണ്ട്. ഒന്ന് ആർത്തവകാലം, 2 ഗർഭിണിയായാൽ ഒരു നിശ്ചിത കാലഘട്ടം കഴിഞ്ഞ് അവിടെ ഇരുന്നു കൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ എന്നുള്ളത്, കുട്ടികളായാൽ തന്നെയുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ എങ്ങനെയാണ് പരിഹരിക്കുക? ഇത്തരം ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നവർക്ക് ഈ വിഷയങ്ങൾ കൂടി അവരുടെ ബോധമണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ടാകുമല്ലോ. അത് അദ്ദേഹത്തിന് ക്ഷേത്രങ്ങളുടെ ആന്തരിക അല്ലെങ്കിൽ ആ ക്ഷേത്രങ്ങളുടെ ഫംഗ്ഷനിങ്ങിന്റെ ഘടനയെക്കുറിച്ച് അദ്ദേഹത്തിന് കാര്യമായിട്ട് അറിയാത്തത് കൊണ്ടാണ്. കാരണം ക്ഷേത്രത്തിലെ പൂജകൾ ഒരാളല്ല ചെയ്യുന്നത്. ഇപ്പൊ ഒരു മേൽശാന്തി വരാത്ത ദിവസങ്ങൾ എത്രയോ പ്രാവശ്യം ക്ഷേത്രങ്ങളിൽ ഉണ്ടാകാറുണ്ട്. അപ്പൊ ഒരു സഹ മേൽശാന്തിയോ ആരെങ്കിലും പൂജ കഴിക്കാറുണ്ട്. 3-4 പൂജാരിമാരുണ്ടാവും പൂജ കഴിക്കാൻ. അപ്പോൾ പ്രായോഗിക ബുദ്ധിമുട്ടില്ല. അദ്ദേഹം പറഞ്ഞ ഗർഭാവസ്ഥ ശരിയാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഗർഭാവസ്ഥ, ട്രാൻസ്ജെൻഡർ അവരും മനുഷ്യരാണ്, അവരെയും ഈ പോസ്റ്റുകളിൽ പരിഗണിക്കാം. അവർക്ക് ഗർഭധാരണമൊന്നും ഇല്ലല്ലോ. അപ്പോ ഈ അദ്ദേഹം പറഞ്ഞതിനകത്ത് ആർത്തവം അശുദ്ധിയാണെന്ന് ഒരിടത്തും പറയുന്നില്ല. ആർത്തവം മാത്രമല്ല അശുദ്ധി, വിയർപ്പ്, രക്തം, ശരീരത്തിലുള്ള എല്ലാത്തരം സ്രവങ്ങളും അശുദ്ധമാണെന്ന് തന്ത്രസമുച്ചയം ഉൾപ്പെടെയുള്ള ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് പുരുഷന്മാർക്കും ബാധകമാണ്, വിയർക്കാത്ത മനുഷ്യരില്ലല്ലോ. അപ്പോ ആ ശരീരത്തിലുള്ള എല്ലാ സ്രവങ്ങളുടെയും കൂട്ടത്തിൽ മാത്രമാണ് ആർത്തവ രക്തം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ആ സമയത്ത് നമുക്കിപ്പോ പോകാൻ സാധ്യമല്ലെങ്കിൽ പകരം പൂജ ചെയ്യാൻ ആളുണ്ടാവും ക്ഷേത്രത്തില്. ഒരു പൂജാരിയെ മാത്രം ആശ്രയിച്ചല്ല ഒരു ക്ഷേത്രത്തിലെ പൂജകൾ നടക്കുന്നത്. മേൽശാന്തി മാറി മാറി വരുന്ന ക്ഷേത്രങ്ങളുണ്ട്. പ്രത്യേകിച്ചും ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ എല്ലാ വർഷവും ശാന്തിമാര് മാറാറുണ്ട്. അപ്പൊ ആ പ്രായോഗിക ബുദ്ധിമുട്ടില്ല. സ്ത്രീകള് പൂജ ചെയ്തതുകൊണ്ട് അങ്ങനെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഗർഭിണിയായ ഒരു സ്ത്രീ, അവർക്ക് പൂർണ്ണ വിശ്രമം ആവശ്യമില്ലാത്ത ഒരുപാട് ഗർഭിണികളുണ്ട്. പാറ ചുമക്കാൻ പോകുന്നവരൊക്കെ ഉണ്ട്. റോഡിൽ ടാറിടാനൊക്കെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും പൂർണ്ണ ഗർഭിണികളായ സ്ത്രീകൾ പണ്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ അതിനെക്കാട്ടിലും വലിയ ആയാസമല്ല ദേവിയെ പൂജിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മള് വിശ്വാസം എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ വലിയ രീതിയിൽ നമുക്കതിനെ വളച്ചൊടിക്കാം. എന്റെ വിശ്വാസം ഇതാണ്, എന്റെ മതത്തിന്റെ വിശ്വാസം. ഈ വിശ്വാസത്തിന് എവിടെയാണ് ഒരു നിയമമാണ് വിശ്വാസത്തിന് ഒരു ആധികാരികത നൽകുന്നത്. നിയമം വരണം, എന്നാൽ മാത്രമേ നമ്മുടെ വിശ്വാസം ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു നിയമം അനുശാസിക്കുന്നത് ഇക്വാലിറ്റിയാണ്. അവിടെ വരുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന് അവിടെ പ്രസക്തി ഉണ്ടാവാൻ പാടുമില്ല. അപ്പൊ നിയമപരമായിട്ട് സ്ത്രീകൾക്ക് ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്നതിന് തടസ്സമില്ല, താന്ത്രികപരമായിട്ടും തടസ്സമില്ല. സ്ത്രീകൾ പൂജ ചെയ്തിട്ടുണ്ട്. സ്ത്രീകളുടെ ദേവിയെ ശൂലത്തിൽ ആവാഹിച്ച് ആർത്തവരക്തം അഭിഷേകം ചെയ്യുന്നതിനെ കുറിച്ച് പല പുരാതനമായ തന്ത്രഗ്രന്ഥങ്ങളിൽ പരാമർശമുണ്ട്. ഒന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ പല റെയർ ആയിട്ടുള്ള, നമ്മൾ കേട്ടാൽ അതിശയിച്ചു പോകുന്ന തരത്തിലുള്ള ആരാധനാക്രമങ്ങൾ പ്രാചീന തന്ത്രഗ്രന്ഥങ്ങളിൽ സ്ത്രീയുടെ ആർത്തവുമായിട്ട് ബന്ധപ്പെടുത്തി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒരു വളരെ വിശാലമായ ഒരു ചർച്ചാ വിഷയത്തിൽ ആവശ്യമാണ്. ആർത്തവ കാലഘട്ടത്തിലാണെങ്കിൽ പോലും പൂജ ചെയ്യാമെന്നാണോ?
ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മുടെ വിശ്വാസം, ആർത്തവ രക്തം തന്ത്രം, അതായത് ഇത് പറയുമ്പോൾ നമ്മൾ ക്ഷേത്രങ്ങൾ എന്താണെന്ന് പറയാം, വളരെ ചർച്ചയുടെ ഒരു നേച്ചർ തന്നെ മാറിപ്പോ. അതായത് ക്ഷേത്രങ്ങളെ പൊതുവെ ബ്രാഹ്മണവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് മുടിപ്പരകള്, വേറെ ഒരുപാട്, ഇപ്പൊ നമ്മള് പ്രീസ്റ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ നമ്മൾ എടുക്കുമ്പോൾ നമ്മളൊരു ബ്രാഹ്മണനെയാണ് അവിടെ നമ്മുടെ ഓർമ്മയിൽ പെട്ടെന്ന് വരിക. പ്രീസ്റ്റ്, പുരോഹിതൻ എന്ന് പറയുമ്പോൾ പൂജാരി, ബ്രാഹ്മണൻ എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. പക്ഷെ അത് ഒരാള് സ്വന്തം ഭക്തി മൂത്തായിട്ട് അല്ല ഒരാൾ ഒരു ക്ഷേത്രത്തിൽ പൂജയ്ക്ക് വരുന്നത്. അത് മറ്റൊരു സർക്കാർ ജോലി പോലെ മാത്രം തന്നെയാണ് അവരുടെ മനസ്സിലുണ്ടാവുക. അവരുടെ കമ്മ്യൂണിറ്റിയിൽ ജനിച്ചു വളർന്ന ഒരാൾ എങ്ങനെ മീൻ പിടിക്കാൻ പോകുന്നു, ഒരാൾ എങ്ങനെ തെങ്ങ് കയറാൻ പോകുന്നു എന്നുപോലെ ഒരു കുലത്തൊഴിലായിട്ട് ആചരിച്ച കുടുംബങ്ങളിൽ നിന്നുള്ള ആൾക്കാര് ഒരു തൊഴില് തേടി വരുന്നത്. അവർക്ക് ഭക്തി ഉണ്ടാവണമെന്നില്ല. ഭക്തി ഇല്ലാത്ത ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്യുന്നവര്. അവർ പഠിച്ച കാര്യം അവർ ചെയ്യുന്നു, പോകുന്നു, ശമ്പളം വാങ്ങിക്കുന്നു, പോകുന്നു, ദക്ഷിണ കിട്ടി പോകുന്നുണ്ട്. തികച്ചും, ഞാനത് എക്സാജറേഷൻ അല്ല, ഒരു ഭക്തിയും ഇല്ലാത്ത, ദൈവമില്ലെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പൂജാരിമാരെ പോലും എനിക്ക് നന്നായിട്ട് അറിയാവുന്നവരാണ്. അപ്പോ അതുകൊണ്ട് ഇത് ആർത്തവ സമയത്ത് പൂജ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ തന്ത്രവിധി പ്രകാരം ക്ഷേത്രതന്ത്രം എന്ന് പറയുന്ന ആ ആരാധനാ ക്രമത്തിലേക്ക് ക്ഷേത്രങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു വലിയ വിപത്താണ്. അതാണ് നമ്മൾ ബ്രാഹ്മണിക്കൽ അപ്രോപ്രിയേഷൻ ഓഫ് ടെമ്പിൾസ് എന്ന് ഞങ്ങൾ പഠിക്കുന്ന ഒരു വിഭാഗം തന്നെ അതാണ്. അങ്ങനെ വരുമ്പോൾ ആ തന്ത്രത്തിന് ആ പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ ആർത്തവം, വിയർപ്പ്, ഇതെല്ലാം മനുഷ്യന്റെ ശരീരത്തിലുള്ള എല്ലാ സ്രവങ്ങളും അശുദ്ധി എന്ന് പറയുന്ന ഒറ്റ കാരണം കൊണ്ട് നമുക്ക് പൂജ നിഷേധിക്കാം. പക്ഷെ അങ്ങനെയുള്ള ഒരു സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത് ആരാണ് എന്നുള്ളിടത്താണ് ചോദ്യം വരുന്നത്. ആരുടെ പെർമിഷനാണ് നമുക്ക് വേണ്ടതെന്നുള്ളതാണ് ഇവിടെ പ്രസക്തം. അപ്പൊ ഒരു ബ്രാഹ്മണിക്കൽ സെറ്റപ്പിൽ ജീവിക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ തന്ത്രഗ്രന്ഥങ്ങൾ ഫോളോ ചെയ്ത് വരുന്ന ആ സിസ്റ്റത്തിലേക്ക് ഈ ക്ഷേത്രങ്ങളെല്ലാം കൊണ്ടുവന്നിരിക്കുന്ന ഒരു മാറ്റത്തിൽ പെടുന്ന വിഭാഗത്തിലുള്ള ആളുകൾ തീർച്ചയായിട്ടും ഇതിനെ എതിർക്കും. കാരണം അവർക്ക് അവരുടെ സിസ്റ്റം അവരെല്ലായിടത്തും കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ സിസ്റ്റത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാൻ അവരാരെയും അനുവദിക്കില്ല. പേഴ്സണലായിട്ട്, വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ആർത്തവം അശുദ്ധിയല്ല. ഒരു സ്ത്രീക്ക് ഒരു ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യ സ്ത്രീ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ നാട്ടില് ഏറ്റവും കൂടുതൽ പൂജ ചെയ്യുന്ന, വ്രതം ചെയ്യുന്നതും, വീടുകളിലെ എല്ലാ കാര്യങ്ങളും വീട്ടിലിരിക്കുന്ന ദൈവവും അമ്പലത്തിരിക്കുന്ന ദൈവവും രണ്ടല്ലല്ലോ. അപ്പൊ എല്ലാ സ്ഥലത്തും നമുക്ക് പൂജ ചെയ്യാൻ പറ്റുന്നുണ്ട്. വീട്ടിലെ ഏറ്റവും കൂടുതൽ പൂജ ചെയ്യുന്ന സ്ത്രീകളാണ്, വിളക്ക് കൊളുത്തുന്ന എല്ലാം സ്ത്രീകളാണ് കാലാകാലങ്ങളായിട്ട്. അവരെ പോലെ ഭക്തരായിട്ടുള്ള ആൾക്കാർ പുരുഷന്മാരെക്കാട്ടിലും ഭക്തര് പലപ്പോഴും സ്ത്രീകളാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ആരാധനാലയങ്ങളിൽ പിന്നെ പലർക്കും ഭയമാണ്. ദൈവം എന്ന് പറഞ്ഞ ശ്രീകോവിലിൽ കയറിയ നോക്കരുതെന്ന് പേടിപ്പിച്ചിട്ട് മാറൂ എന്ന് പറഞ്ഞിട്ടൊരു ഭയം നമ്മളിൽ ജനിപ്പിച്ചിട്ടുണ്ട്. ആ ഭയം മാറിക്കഴിഞ്ഞാൽ ഒരു സ്ത്രീക്കും ഏത് പ്രായത്തിലും ശ്രീകോവിലിൽ കയറി പൂജ ചെയ്യുന്നതിന് ഒരു തടസ്സവുമില്ല, ഏത് സമയത്തും. ശ്രീ രാഹുൽ ഈശ്വരൻ മണ്ണാർശാലയിലാകാമെങ്കിൽ, മാതാ അമൃതാനന്ദമയിയുടെ ക്ഷേത്രങ്ങളിലാകാമെങ്കിൽ എന്തുകൊണ്ട് കേരളം വൈകി? നികേഷ് സാർ, 3 കാര്യങ്ങളുണ്ട്. ശ്രീമതി ലക്ഷ്മി രാജീവിന് കൊടുത്തതിന്റെ പകുതി സമയമെങ്കിലും എനിക്ക് അങ്ങ് തരണം, ഇന്ററപ്റ്റ് ചെയ്യാതിരിക്കാൻ. ഒന്നാമത്തെ പോയിന്റ്, തമിഴ്നാട് സർക്കാർ എത്ര ക്രിസ്ത്യൻ അമ്മമാരെ ട്രെയിൻ ചെയ്യുന്നുണ്ടെന്നും എത്ര മുസ്ലിം സ്ത്രീകളെ മൗലവിമാരായി ട്രെയിൻ ചെയ്യുന്നുണ്ടെന്നും ഒരൊറ്റ ചോദ്യത്തിൽ എനിക്ക് ഇതിന്റെ വാദങ്ങൾ തീർക്കാം. പക്ഷെ ഞാനത് മതസൗഹാർദ്ദവാദി ആയതുകൊണ്ടും ഗാന്ധിവാദി ആയതുകൊണ്ടും ഞാൻ ആ വാദം ഉന്നയിക്കുന്നില്ല. 2, അങ്ങ് പറഞ്ഞതാണ് അതിലെ പോയിന്റ്. സമൂഹം മുമ്പോട്ട് പോകണ്ടേ, സമൂഹം പുരോഗമിക്കണ്ടേ, പുരോഗമനവാദം വേണ്ടേന്ന്. എത്ര ശരിയാണ് ആ വാദം. ഒരു നൂറ്റാണ്ട് മുമ്പ് ശബരിമല തീവച്ച് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചപ്പോൾ ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിച്ചു എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഉണ്ടായിരുന്ന ഒരു നാട്ടിൽ നിന്ന് അമ്പലങ്ങൾക്ക് നമുക്ക് ഇനിയും തീ കൊളുത്താം എന്ന് പറഞ്ഞ നവോത്ഥാന നായകരുള്ള നാട്ടിൽ നിന്ന് മഹാനായ പെരിയോർ രാമസ്വാമി നായ്ക്കർ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഞങ്ങളുടെ അടക്കം പൂർവ്വികർ ചെയ്ത തെറ്റുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു തീവ്ര നിലപാടെടുക്കുന്നത്, ഇല്ലെന്ന് പറയുന്നില്ല. എന്നിരുന്നാൽ പോലും ബ്രാഹ്മണനെയും പൂജാരിയെയും പാമ്പിനെയും കണ്ടാൽ ആദ്യം നിങ്ങൾ ബ്രാഹ്മണനെ കൊല്ലണം എന്ന് പറഞ്ഞ പെരിയോർ രാമസ്വാമി നായ്ക്കരുടെ നാട്ടിൽ നിന്ന് അമ്പലങ്ങളിലേക്കും ആരാധനാലയങ്ങളിലേക്കുമുള്ള താല്പര്യം, അവർ കാണിക്കുന്ന ഇൻട്രസ്റ്റ് എത്രമാത്രം നല്ലതാണ്. ഒരു കാലത്ത് ക്ഷേത്ര ചൈതന്യമേ ഇല്ലെന്നും അമ്പലങ്ങളിൽ പോകണ്ടെന്നും പറഞ്ഞു നിന്നിരുന്ന കാലത്ത് നിന്ന്, ഇതൊക്കെ വെറുതെയാണെന്ന് പറഞ്ഞിരുന്ന കാലത്ത് നിന്ന്, രഹന ഫാത്തിമ എന്ന മുസ്ലിം സമുദായത്തിൽ ജനിച്ച കുട്ടിയടക്കം പോലീസിന്റെ സംരക്ഷണത്തോടുകൂടി മുഖ്യമന്ത്രിയും കോട്ടയം SP-യും അടക്കമുള്ളവർ എങ്ങനെങ്കിലും യുവതികളെ കയറ്റണമെന്ന് വിചാരിക്കുന്ന സ്ഥലത്തേക്ക് വരെ എത്തിയത് വലിയ പുരോഗമനമാണ്. ഞാനതിൽ വളരെ അഭിമാനിക്കുന്നു. ഒരു സനാതന ധർമ്മ വിശ്വാസി എന്ന നിലയിൽ അഭിമാനിക്കുന്നു. ഞങ്ങളുടെ ക്ഷേത്രങ്ങൾ, ഞങ്ങളുടെ അമ്പലങ്ങൾ, ഇവയിലൊക്കെ എല്ലാവരും കാണിക്കുന്ന താല്പര്യങ്ങൾ സനാതന ധർമ്മത്തിന്റെ റിവൈവലാണ്, ബാക്ക് ടു ടെമ്പിൾസ് ആണ്. അതൊരു ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ റീജുവിനേഷൻ ആണ്.
ഇനി മൂന്ന് അങ്ങ് ചോദിച്ച സ്പെസിഫിക് ക്വസ്റ്റിലേക്ക് വന്നാൽ, നേരത്തെ ശ്രീ ബാബു അറബി ബാബു ചേട്ടൻ പറഞ്ഞതുപോലെ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ക്ഷേത്രങ്ങളിലുണ്ട്, മണ്ണാർശാല അമ്പലങ്ങളിലുണ്ട്. ഓരോ അമ്പലങ്ങളും യുണീക്കാണ്. ഓരോ അമ്പലങ്ങളും അതിൻ്റെതായ പ്രത്യേകതയുള്ള, പ്രതിഷ്ഠാഭാവമുള്ള, മൂലമന്ത്രമുള്ള, ഭാവങ്ങളുള്ള ഒരു യുണീക്കായ സങ്കല്പമാണ്. അവിടത്തെ യജമാനനും തന്ത്രിയും അല്ലെങ്കിൽ അതിനോടനുബന്ധ ആൾക്കാരുമാണ് ഇതിന്റെ തീരുമാനമെടുക്കേണ്ടത്. DMK ഇത് കൊണ്ടുവരുന്നതിന്റെ പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യം ഇന്ന് തമിഴ്നാട്ടിൽ സദ്ഗുരു ജഗ്ഗി വാസ്തേവ് അടക്കം അവരുടെ നേതൃത്വത്തിൽ ഫ്രീ ടെമ്പിൾ ക്യാമ്പയിൻസ് വളരെ സ്ട്രോങ് ആയി പോകുന്നുണ്ട്. മുമ്പ് നമ്മുടെ നാട്ടിൽ കുമ്മനം ചേട്ടൻ, ശ്രീ കുമ്മനം രാജശേഖരൻ ക്ഷേത്ര വിമോചന സമരം നടത്തിയതുപോലെ ഈ ക്ഷേത്രങ്ങൾ വലിയ രീതിയിൽ വിട്ടുകിട്ടണമെന്ന് അദ്ദേഹം DMK-യിലെ സ്റ്റാലിനും AIDMK-യും BJP-യും എല്ലാ പാർട്ടിക്കാരെയും എടുത്ത് ഒരു സന്യാസി തുല്യനെ ആൾക്കാർ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ അത്തരം കാര്യങ്ങളിൽ നിന്നുകൂടെ വിഷയം ഡൈവേർട്ട് ചെയ്യാനായി ഒരു പൊളിറ്റിക്കൽ ആംഗിൾ കൊണ്ടുവരാതെ ഇതിനെക്കുറിച്ച് ആചാര്യന്മാരുമായി ചർച്ച ചെയ്ത് ഒരു സമവായത്തിൽ എത്തുകയാണെങ്കിൽ വലിയ കാര്യമാണ്. ഇത് രാഷ്ട്രീയം കളിക്കേണ്ട കാര്യമല്ല. ഡോക്ടർ TS ശ്യാംകുമാർ, താങ്കൾ താന്ത്രിക വിദ്യയിലെ ആദ്യത്തെ ദളിത് ഗവേഷകൻ കൂടിയാണല്ലോ. നേരത്തെ രാഹുൽ ഈശ്വർ പറയുന്നത് ഓരോ അമ്പലവും യുണീക്കാണ്. എപ്പോൾ മുതൽ യുണീക്കായി? നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ഓരോ കാലഘട്ടത്തിലും ഉണ്ടാകേണ്ട മാറ്റങ്ങൾ, ആ മാറ്റങ്ങളിലൂടെയല്ലേ ഈ യുണീക്നെസ് ഉണ്ടായിട്ടുണ്ടാവുക. താന്ത്രിക വിദ്യയിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നില്ലേ, അതോ നമ്മൾ എവിടെയോ വെച്ച് അവരെ നിർമ്മാർജ്ജനം ചെയ്തതാണോ? ഒന്ന് എനിക്ക് പറയാനുള്ളത്, ആർത്തവത്തെ മുൻനിർത്തിയാണ് ഈ ചർച്ച മുന്നോട്ട് പോകുന്നത്. അതായത് ആർത്തവം അശുദ്ധമായതിനാൽ സ്ത്രീകൾ മാറ്റി നിർത്തപ്പെടേണ്ടവരാണ് എന്നൊരു മൂലധാരണയിൽ നിന്നാണ് സ്ത്രീകൾ താന്ത്രിക വിദ്യയിൽ ബഹിഷ്കൃതരാണ് എന്ന് പറഞ്ഞ ഒരു നിലപാട് കൈക്കൊള്ളുന്നത്. ആദ്യം തന്നെ പറയാനുള്ള കാരണം, ഒരു പ്രധാനപ്പെട്ട കാര്യം, ആർത്തവ കാലത്ത് പോലും സ്ത്രീകൾക്ക് ഹോമവും ജപവും ധ്യാനവും അനുഷ്ഠിക്കാനാവുന്ന വിധത്തിലുള്ള താന്ത്രിക പാരമ്പര്യം ഇന്ത്യയിൽ നിലനിന്നിരുന്നു എന്നുള്ള കാര്യം നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കേണ്ടതുണ്ട്. 7-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ബ്രഹ്മയാമളം എന്ന് പറയുന്ന തന്ത്രഗ്രന്ഥത്തിൽ ഈ പറയുന്ന സ്ത്രീകൾ ആർത്തവകാലത്ത് ചെയ്യേണ്ട ഹോമത്തെയും ജപത്തെയും ധ്യാനത്തെയും സംബന്ധിച്ചുള്ള വിശദമായ വിവരണങ്ങൾ കാണാം. അതുപോലെ തന്നെ താന്ത്രിക വിദ്യ അനുഷ്ഠിച്ച സാധകികളായ യോഗിനികളെ പറ്റിയുള്ള നിരവധി പരാമർശങ്ങൾ സംസ്കൃത സാഹിത്യ ഗൗഡവഹോ, അതുപോലെ തന്നെ അപഭ്രംശ മഹാപുരാണം മുതലായ കൃതികളിലൊക്കെ തന്നെ താന്ത്രികകളായ യോഗിനികളെ പറ്റിയുള്ള, താന്ത്രിക കർമ്മങ്ങൾ ചെയ്ത സ്ത്രീകളെ പറ്റിയുള്ള പരാമർശങ്ങൾ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ 8-ാം നൂറ്റാണ്ടിലെ ഭവഭൂതിയുടെ മാലതീ മാധവ് എന്ന് പറയുന്ന കൃതിയിൽ താന്ത്രികമായ സിദ്ധി കൈവരിച്ച് പറക്കുന്ന ഒരു യോഗിനിയായ സ്ത്രീയെ പറ്റിയുള്ള പരാമർശമുണ്ട്. അതുകൂടാതെ മുമ്പിവിടെ ലക്ഷ്മി രാജീവ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആർത്തവ രക്തമെടുത്ത് ദേവിയെ ആവാഹിച്ച തൃശൂലത്തിൽ അഭിഷേകം ചെയ്യുന്നതിനെ പറ്റിയുള്ള വിപുലമായ വിവരണങ്ങൾ ഇന്ത്യയിൽ എഴുതപ്പെട്ട, സംസ്കൃതത്തിൽ എഴുതപ്പെട്ട ജയദ്രഥയാമളം എന്ന് പറയുന്ന ഒരു തന്ത്രഗ്രന്ഥത്തിൽ പരാമർശമുണ്ട്. ഇത് കൂടാതെ ബ്രഹ്മയാമളം എന്ന് പറയുന്ന തന്ത്രഗ്രന്ഥത്തിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ച ആർത്തവകാലത്ത് അനുഷ്ഠിക്കാവുന്ന ധ്യാന ജപ ഹോമാദികൾ മാത്രമല്ല, സ്ത്രീകൾ പങ്കെടുക്കുന്ന വിപുലമായ താന്ത്രിക ചടങ്ങുകളെ പറ്റിയുള്ള പരാമർശങ്ങൾ. ഒന്ന് കട്ട് ഷോട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഒന്ന് ഇടപെടുകയാണ് ശ്രീ ശ്യാംകുമാർ. എവിടെ വെച്ചാണ് ഇത് ഇല്ലാതെ പോയത്? ഇപ്പോൾ പ്രീസിഡൻസിനെ കുറിച്ച് പറയുന്നു, യുണീക്നെസ്സിനെ കുറിച്ച് പറയുന്നു. അപ്പോൾ എപ്പോഴാണ് ഈ പറയുന്ന പ്രീസിഡൻസിൽ നിന്ന് നമ്മൾ ഇപ്പോൾ നോക്കുന്ന കാര്യങ്ങളിലേക്കുള്ളൊരു ചുവടുമാറ്റം ഉണ്ടായിട്ടുള്ളത്? ഏതാണ്ട് ഒരു കൃത്യമായിട്ട് പറഞ്ഞാൽ 10-ാം നൂറ്റാണ്ടോടുകൂടി സൗത്ത് ഇന്ത്യയിൽ നടക്കുന്ന സ്മാർത്ത ബ്രാഹ്മണ്യത്തിന്റെ ഒരു അധിനിവേശ സ്വരൂപമാണ് ഈ പറയുന്ന താന്ത്രിക ആചാര്യക്രമം. ഞാൻ താങ്കളെ വീണ്ടും കട്ട് ചെയ്യാണ്. ഇതേ ചോദ്യമായിട്ട് ഞാൻ താങ്കളിലേക്ക് വരാം. ചെറിയൊരു ശബ്ദത്തിലെ പ്രശ്നമുണ്ട്, അതൊന്ന് പരിഹരിച്ചിട്ട് മടങ്ങിയെത്താം. ഫാദർ പോൾ തേലക്കാട് കൂടി ടെലിഫോണിലായിരുന്നു. നേരത്തെ ഫാദർ പോൾ തേലക്കാട്, രാഹുൽ ഈശ്വർ തുടങ്ങിയത് അതാണ്. എത്ര മൗലവിമാരെ, എത്ര പുരോഹിതന്മാരെ സ്ത്രീകളാക്കും എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് സ്റ്റാലിൻ ഹിന്ദു ക്ഷേത്രങ്ങളിൽ പൂജാരിമാരായി വനിതകളെ വെക്കും എന്ന് ഞാൻ ചോദിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നല്ലൊരു വർഗീയത അതിൽ പുരട്ടിയിട്ടാണ് രാഹുൽ ഈശ്വർ നമ്മുടെ മുന്നിൽ ഇട്ട് തരുന്നത്. എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ മതത്തിൽ ഇപ്പോഴും ഈ കാലഘട്ടത്തിലും വനിതകൾക്ക് പുരോഹിതരാകാൻ കഴിയാത്ത സാഹചര്യം? ഫാദർ പോൾ താലക്കാട്ട്. ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഹിന്ദു മതത്തിനുള്ളിൽ ഉള്ള കാര്യങ്ങളെ കുറിച്ച് പറയാൻ എന്നെ കൊണ്ടാവില്ല, അതിനോട് ചോദിച്ചിട്ടില്ല. അത് അവരുടെ വിശ്വാസത്തിന്റെ കാര്യമാണ്. ക്രൈസ്തവ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ചോദ്യമാണിത്. ഞാനൊരു 70 വയസ്സ് കഴിഞ്ഞ മനുഷ്യനാണ്. ഞാൻ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ള 2 ദൃശ്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഒരു പ്രസവം കഴിഞ്ഞാൽ സ്ത്രീ പള്ളിയിൽ കയറണമെങ്കിൽ ഒരു ശുദ്ധീകരണ കർമ്മം നടത്തണമെന്ന് നിഷ്ഠയുണ്ടായിരുന്നു.
പല സ്ത്രീകളും അത് ചെയ്യുമായിരുന്നു. അതുപോലെ ഒറ്റ സ്ത്രീക്ക് പോലും മധുബായിൽ, വൈദികൻ നിൽക്കുന്ന വേദിയിൽ സാങ്ച്വറി എന്ന് പറയുന്ന മധുബായിൽ കയറാൻ പാടില്ലായിരുന്നു. ഇന്ന് എനിക്ക് ഈ സമയമാകുമ്പോൾ ഇത് രണ്ടും അപ്രത്യക്ഷമാകുക മാത്രമല്ല ചെയ്തത്, പള്ളിയിലേക്ക് പ്രവേശിക്കാൻ ആരെയും ശുദ്ധീകരണത്തിന്റെ കർമ്മത്തിന് ആവശ്യമില്ല എന്ന് പെണ്ണുങ്ങൾക്ക് ആണുങ്ങൾക്ക് ബോധ്യമായിരിക്കുന്ന കാലമാണ്. അത് അച്ഛന്മാർ ചെയ്യാനും പോകുന്നില്ല. രണ്ടാമത്തെ കാര്യം, മധുബയിൽ പോലും സ്ത്രീകളെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അവിടെ മധുബയിൽ കുർബാനയ്ക്ക് കൂടാൻ പെൺകുട്ടികളാകാം, കുർബാനയ്ക്ക് വായിക്കാൻ പെൺകുട്ടികളാകാം, സ്ത്രീകളോ കന്യാസ്ത്രീകളോ ആകാം എന്നുള്ളതിലേക്ക് സഭ മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ മാറ്റത്തിന്റെ ഏറ്റവും കാതലായ കാര്യം, യേശു ക്രിസ്തു സ്ത്രീയെ പുരുഷനെയോ തമ്മിൽ വ്യത്യാസമില്ലാതെ അവരെല്ലാവരും ഒരുപോലെയാണെന്ന് കാണുകയും, സെന്റ് പോളായ പൗലോസ്ലീഹ എന്ന് പറയുന്ന ന്യൂ ടെസ്റ്റ്മെന്റ് നല്ല ഭാഗം എഴുത്തുകൾ എഴുതിയ അദ്ദേഹം സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ല, എല്ലാവരും യേശുക്രിസ്തുവിൽ ഒന്നാണ് എന്ന് പറയുകയും ചെയ്തപ്പോൾ സ്ത്രീ പുരുഷ സമത്വം എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി എന്തോരം മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് അവർക്ക് ഇതാ ഈ ഡ്യൂട്ടി കൊടുത്തില്ലേ, ആ ഡ്യൂട്ടി കൊടുത്തില്ലേ എന്ന് ചോദിക്കുന്നതിലൊന്നും ഈ കാലഘട്ടത്തിൽ ഒരു അർത്ഥവുമില്ല. ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ പൂജാരിയാക്കുന്നില്ല എന്നല്ലേ ഉള്ളൂ, പൂ കൊരക്കാൻ അനുവദിക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നതിലൊന്നും ഈ കാലഘട്ടത്തിൽ അർത്ഥമില്ല. അതിലേക്കാണ് സ്റ്റാലിൻ കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ അനുകൂലമായിട്ടുള്ള നിലപാട് ഇത്തരം വിഷയങ്ങളിൽ എടുത്തിട്ടും പുരോഹിതനാകാൻ എനിക്ക് തോന്നുന്നത് സ്ത്രീയുടെ കാൽ കഴുകിയത് ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയാണല്ലോ. അതൊരു ചുവടുവയ്പ് എന്ന് പറയാം. അതിന്റെ അടുത്ത ചുവടുവയ്പ്പിലേക്ക് ഈ മാർപ്പാപ്പയ്ക്ക് കിടക്കാനാകുമോ, ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക്? ചോദ്യത്തിന് കൃത്യമായ ഉത്തരം പറയാം. നമ്മൾ ഓർക്കേണ്ടത്, ഈ മാർപ്പാപ്പ 2 നടപടികൾ എടുത്തു. ഒന്ന്, എല്ലാവർക്കും അറിയാവുന്ന പോലെ ആമസോൺ സിനഡാണ്. അത് കഴിഞ്ഞ 2019 ഒക്ടോബർ മാസത്തിലാണ് നടന്നത്. ആ സിനഡ് സ്ത്രീകൾക്ക് 6ാം പക്ഷം എന്ന് പറഞ്ഞാൽ 7ാം പക്ഷമാണ് വൈദിക പക്ഷം, അതിന് മുമ്പുള്ള പക്ഷമാണത്. ഡയക്കനേറ്റ് എന്ന് പറയുന്ന പട്ടമാണ്. അത് കൊടുക്കുന്നതിനെ കുറിച്ച് ചർച്ചയുണ്ടായി. ആ പ്രമേയം അവിടെ വലിയ വോട്ടുകൾ പാസ്സാവുകയും ചെയ്തു. പക്ഷേ മാർപ്പാപ്പ വ്യക്തിപരമായി അതിപ്പോ വേണ്ട എന്ന തീരുമാനമെടുത്തത്. പക്ഷേ അതിനുശേഷം 2021 ജനുവരിയിൽ മാർപ്പാപ്പ കാനൻ ലോയിൽ വ്യത്യാസം വരുത്തി. അതിൽ അൽമായനെ കുറിച്ച് പറഞ്ഞ ലേമാൻ എന്നാണ്, അത് ഇംഗ്ലീഷ്. അതൊന്ന് തിരുത്തിയിട്ട് പറഞ്ഞ് ലേ പേഴ്സൺ എന്നാക്കി. ആ മാറ്റത്തോടുകൂടി സ്ത്രീകൾക്കും ആണുങ്ങളെ പോലെ പെൺകുട്ടികൾക്ക് തുല്യ അവകാശം കൊടുക്കുകയും ഫലമായി പള്ളിയിൽ മധുബയിൽ കയറാൻ ആണുങ്ങൾക്ക് അവകാശമുള്ളതുപോലെ പെണ്ണുങ്ങൾക്കുണ്ടാകുകയും ഫലമായി എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ 7ാം പക്ഷമായ വൈദിക പട്ടവും 10ാം പട്ടവും കൊടുക്കാൻ പാടില്ല എന്ന് പറയുമ്പോഴും 6ാം പട്ടവും കൊടുക്കാൻ പാടില്ല എന്ന് അതിന് താഴെയുള്ള പട്ടങ്ങൾ സ്ത്രീകൾക്കും ആകാം എന്ന നിലപാട് സ്വീകരിച്ചു എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ആ നിലപാട് മുന്നോട്ട് പോകുമ്പോൾ അത് മുന്നോട്ട് പോകില്ല എന്ന് പറയാൻ ഞാനാളല്ല. പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ചരിത്രപരമായിട്ട് എന്താണ് ഇതിൻ്റെ ഒരു ശാസ്ത്രം എന്ന് ഫാദർ പോൾ തേലക്കാട്ട് വിലയിരുത്തിയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് പുരുഷന്മാർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്ന സ്ത്രീകൾക്ക് പുരോഹിതനാകാൻ കഴിയാത്തത്? ഇപ്പോഴും ക്രിസ്തീയ സഭയുടെ വലിയൊരു വിഭാഗം പുരുഷന്മാർക്കൊപ്പം സ്ത്രീകൾ വരേണ്ടതില്ല എന്ന നിലപാട് ഈ കാലഘട്ടത്തിൽ എടുക്കുന്നതിന്റെ കാര്യം എന്താണ്? അതിന്റെ കാരണം പറയുന്നത് വളരെ വ്യക്തമാണ്. 12 അപ്പസ്തോലന്മാരാണ് യേശു തിരഞ്ഞെടുത്തത്. ആ 12 അപ്പസ്തോലന്മാരും പുരുഷന്മാരായിരുന്നുവെന്നും അപ്പസ്തോലന്മാർ ഒരു സ്ത്രീ ഉണ്ടായിരുന്നില്ല എന്നുള്ള ന്യായവാദമാണ് ഇതിനനുകൂലമായി സഭയുടെ എല്ലാ വേദികളും പറയുന്നത്. പക്ഷെ മറിച്ച് ചിന്തിക്കുന്നവരുണ്ട്, വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ളവരുണ്ട്. യേശുക്രിസ്തുവിന്റെ ഉത്ഥാനത്തിന്റെ ഏകമായ സാക്ഷിയായിരുന്ന മഗ്ദലന മറിയമാണ് എന്നുള്ള കാര്യം ഓർക്കുക. സ്ത്രീകളെ അവിടെ മാറ്റി നിർത്തിയിട്ടില്ല എന്ന് ഓർക്കുക. അതുകൊണ്ട് ഇതെന്നോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാ കാലത്തുണ്ടാകില്ലായിരിക്കും, നമ്മുടെ കാലത്തുണ്ടാകില്ലായിരിക്കും. പക്ഷെ പോക്ക് എല്ലാവരും ഒന്നുപോലെ പരിഗണിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കും സമീപനത്തിലേക്കുമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ ഒരു പുരോഹിതനാകാൻ, ഒരു പള്ളിയിൽ അച്ഛനാകാൻ ഒരു സ്ത്രീക്ക് കഴിയുമെങ്കിൽ ബിഷപ്പാകാം, കർദിനാളാകാം, വേണമെങ്കിൽ നാളെ പോപ്പാകാം. ഇപ്പോഴത്തെ അവസ്ഥയില് പൗരസ്ത്യ സഭകൾ, ഓർത്തഡോക്സ് സഭകളൊന്നും അംഗീകരിക്കുന്നില്ല. പാശ്ചാത്യ സഭകൾ, പ്രൊഫഷണൽ സഭകൾ, എല്ലാ സഭകളിലെല്ലാം തന്നെ ഇതുപോലുള്ള സംഗതികളായി കഴിഞ്ഞു. അപ്പോ അതുകൊണ്ട് ഇതിന്റെ സൂചനകളെല്ലാം ഉണ്ടാകുമെന്ന് പറയാൻ ഞാനാളല്ല, ഉണ്ടാകില്ല എന്ന് പറയാൻ ഞാൻ ആളല്ല. ഇത് സഭ പൊതുവായിട്ട് സഭയിൽ ഉണ്ടാകുന്ന അവബോധം, സാമൂഹ്യമായ സംഘാതമായ അബോധം എങ്ങനെയാണ് എന്നതിനെ ആശ്രയിച്ചായിരിക്കും
അതുണ്ടാകുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെ ആർ വി ബാബു സൂചിപ്പിക്കുന്നു CSI സഭയിൽ ഒരു മരതകവല്ലി ഡേവിഡ് ഉണ്ടായിരുന്നു, പുരോഹിത. അങ്ങനെ വ്യത്യസ്ത സഭകൾ അനുവദിക്കുന്നുണ്ടോ ഫാദർ? അതാണ് ഞാൻ പറഞ്ഞത്. പാശ്ചാത്യ സഭയിലെ, ആംഗ്ലിക്കൻ സഭയിലെ, പ്രൊട്ടസ്റ്റന്റ് സഭകളിലെ, ലൂതറൻ സഭകളിലൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ പൗരസ്ത്യ സഭകളിലെ, ഓർത്തഡോക്സ് സഭയുടെ ഭാഗങ്ങളിൽ ഒന്നും സംഭവിച്ചിട്ടുമില്ല. ശരി, ഞാൻ മടങ്ങിയെത്താം. ശ്രീ ആർ വി ബാബു, നേരത്തെ ശ്രീമതി ലക്ഷ്മി രാജീവ് പറഞ്ഞ പോയിന്റിൽ താങ്കൾ തൃപ്തനാണോ? അവർ പറയുന്നത് ഈ വിയർപ്പ് പോലെ മറ്റൊന്ന് മാത്രമാണ് മാസമുറ എന്നുള്ളത്. ഞാൻ ആ വിഷയം ഒക്കെ ഒരുപാട് നമ്മൾ ഡിബേറ്റ് ചെയ്തു. ശബരിമലയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡിബേറ്റ് ചെയ്തതാണ്. ഇതൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇത് മതവും മതവിശ്വാസവും ആചാരവും അനുഷ്ഠാനവുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സർക്കാരിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് ഡിസിഷനിലൂടെയാണോ ഇത്തരം കാര്യങ്ങൾ പരിഹരിക്കപ്പെടേണ്ടത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതാണല്ലോ ഇവിടെ എല്ലാ വിവാദങ്ങൾക്കും കാരണമായിട്ടൊരു കാര്യം. സർക്കാർ ഒരു എക്സിക്യൂട്ടീവ് ഡിസിഷൻ കൊണ്ടുവരുന്നു. ആ ഡിസിഷനിലൂടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന വിശ്വാസങ്ങളുടെ മേൽ അവരുടെ ഒരു ആധിപത്യം കൊണ്ടുവരുന്നത് സമൂഹത്തിലെ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുമെന്നുള്ളത് കൊണ്ടാണ് ഇക്കാര്യത്തിൽ ഒരു സമവായം, ഒരു ചർച്ച ഉണ്ടാക്കണമെന്ന് പറയുന്നത്. സർക്കാർ ഇപ്പോൾ നമുക്കറിയാം, കേരള സർക്കാർ ഒരു ചർച്ച നടത്തിയില്ലേ, ഒരു ആൾ പാർട്ടി മീറ്റിംഗ് നടത്തിയില്ലേ? ആൾ പാർട്ടി മീറ്റിംഗ് നടത്തിയത് 80:20 എന്നുള്ള നിലയ്ക്ക് ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ വിഭജിക്കുന്ന കാര്യത്തിൽ വന്ന സമയത്ത് രണ്ടു വിഭാഗത്തിലും അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും വന്ന സമയത്ത് ഒരു സമവായത്തിന് വേണ്ടി ഒരു പരിശ്രമം സർക്കാർ ഉണ്ടാക്കി. അത് തികച്ചും ഭൗതികമായ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ്. ഇവിടെ വിശ്വാസ സംബന്ധമായ ഒരു കാര്യത്തിൽ അത്തരം ഒരു കാര്യം വേണമെന്ന് പറയുമ്പോൾ ലക്ഷ്മി രാജീവിനെ പോലുള്ളവർക്ക് ഇത്ര പൊള്ളുന്നേ? ഞാനിവിടെ പറഞ്ഞത് എന്താണ്? ഞാൻ പറഞ്ഞത് ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ ലക്ഷ്മി രാജീവിന് പറയാൻ സാധിക്കുമോ ക്ഷേത്ര വിഷയങ്ങളെക്കുറിച്ച് അങ്ങ് അഗാധമായി എന്നെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒരാളാണല്ലോ. അവർ പറയുമോ ദേവസ്വം ബോർഡിന്റെ എല്ലാ ക്ഷേത്രങ്ങളിലും 4-5 തിരുമേനിമാരും പൂജാരിമാരും ഉള്ള സ്ഥലമാണോ? ഒരൊറ്റ ആളെ വെച്ച് പൂജിക്കുന്ന എത്ര ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളെ ഞാൻ കാണിച്ചു തരണം? ഒറ്റയാളെ വെച്ച്. അപ്പോൾ അത്തരം ക്ഷേത്രങ്ങളുണ്ട്. അതുകൂടി നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞത്. ഇത് 4-5 തിരുമേനിമാരുള്ള പൂജാരിമാരുള്ള വൈക്കം ക്ഷേത്രത്തിൻ്റെയോ അല്ലെങ്കിൽ ചോറ്റാനിക്കര ക്ഷേത്രത്തിൻ്റെയോ കാര്യത്തെ വെച്ചുകൊണ്ടല്ല. കേരളത്തിൽ 10,000-ഓളം ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളുണ്ട്. ആ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ ഒരു അന്തിത്തിരി മാത്രം വെക്കാൻ ആളുള്ള ക്ഷേത്രങ്ങളുമുണ്ട്. അവിടെയൊക്കെ ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും എന്നുള്ള പ്രായോഗികമായ ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞത് മതവിഷയങ്ങളിൽ സർക്കാർ എടുക്കേണ്ട തീരുമാനം അത് അവധാനതയോട് കൂടിയിട്ടായിരിക്കണം. അതിന് ഒരു എക്സിക്യൂട്ടീവ് ഓർഡറോട് കൂടിയിട്ട് നടപ്പാക്കുന്നത് ഗുണം ചെയ്യില്ല. അതിൽ വലിയ തോതിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കും. അതുകൊണ്ട് ഈ പറയുന്ന വിഭാഗങ്ങൾ, അവിടെ ക്ഷേത്രത്തിലൊരു മാറ്റം വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വിഭാഗങ്ങളുണ്ട്. അവരുമായി നമുക്ക് ചർച്ച ചെയ്ത് ഈ പ്രശ്നത്തിന് നമുക്ക് ഈ കാലോചിതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ട സമൂഹം, ഹിന്ദു സമൂഹം എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഉദാഹരണങ്ങൾ ഒട്ടനവധിയില്ലേ നികേഷ്? എത്രയോ ഉദാഹരണങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരെ വിശ്വാസത്തിലെടുക്കുക, അവരോട് ചർച്ച ചെയ്യുക, ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാം. ഞാൻ പറയുന്നു, ഇപ്പൊ ദളിത് പിന്നോക്ക വിഭാഗങ്ങളെ പൂജാരിമാരാക്കിയ കാര്യത്തിലൊക്കെ സർക്കാർ ഒരു ഉത്തരവിറക്കി, അത് നടപ്പിലായി അല്ലേ? നോക്കൂ നികേഷേ, നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കാൻ ശ്രമിക്കരുത്. ഇവിടെ ദളിതരെ പൂജാരിമാരാക്കിയ സർക്കാർ പൂജാരിമാരാക്കുന്നതിന് മുമ്പ് എത്രയോ ക്ഷേത്രങ്ങളിൽ, സ്വകാര്യ ക്ഷേത്രങ്ങളിൽ ദളിതർ പൂജാരിമാരായിട്ടുണ്ട്. അല്ല, അതുപോലെ ഇപ്പൊ ഇവിടെ ഉണ്ടല്ലോ, വനിതകൾ ഉണ്ടല്ലോ, ഓൾറെഡി ഉണ്ടല്ലോ. ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് സർക്കാർ ഉണ്ടാക്കുന്ന ഒരു നവോത്ഥാനം ഒന്നുമല്ല. ഇടതുപക്ഷ സർക്കാരിന് ആണ് ആ നവോത്ഥാനത്തിന്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ ഞാൻ പറയും 2002 സുപ്രീം കോടതി വിധിച്ചതാണ് ക്ഷേത്രങ്ങളിലെ പൂജാരിമാരായിട്ട് അബ്രാഹ്മണരെ നിയമിക്കാം. എന്തേ 2014 വരെ കാത്തു നിൽക്കേണ്ടി വന്നു? എന്തേ 2014 വരെ കാത്തു വന്നു? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അപ്പൊ അതിന്റെ അർത്ഥം വേറെ ഒന്നുമല്ല, 2014 17 മറ്റോ ഉണ്ടായത് അല്ലെ, കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്തുണ്ടായേ. എന്തേ 15 വർഷം വെയിറ്റ് ചെയ്തേ? അപ്പൊ എന്ന് വെച്ചാൽ അതിന്റെ സാമൂഹ്യ സാഹചര്യങ്ങൾ ഒരുങ്ങി വരണം. ആ സാമൂഹ്യ സാഹചര്യങ്ങളിൽ പെടുമ്പോൾ മാത്രമാണ്, അതിന് പാകമാകുമ്പോൾ മാത്രമേ ഒരു തീരുമാനമായിട്ട് വരാൻ പറ്റുള്ളൂ. അല്ലാതെ സ്റ്റാലിന്റെ തീരുമാനം അത് ഇപ്പോഴും നടപ്പാവില്ലെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കാരണം ഇവിടെ ദ്രവീഡിയൻ കൾച്ചറാണെന്നൊക്കെ പറയും. പക്ഷേ നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഭക്തിയും വിശ്വാസവും അനുവർത്തിക്കുന്ന സമൂഹം ഈ ദ്രാവിഡ സംസ്ഥാനമാണ് എന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. ഇവിടെ കറുപ്പ് എന്നുള്ള ഒരു കൊടി ദ്രാവിഡ പാർട്ടി സ്വീകരിച്ചപ്പോൾ ആ കറുപ്പ് യഥാർത്ഥത്തിൽ നിരീശ്വരത്വത്തിന്റെ പ്രതീകമായിട്ടാണ് സ്വീകരിച്ചത്. നമുക്കറിയാം ദ്രാവിഡ പാർട്ടികളുടെ രാഷ്ട്രീയം. എന്നാൽ ആ കറുപ്പെടുത്താണ് ഏത് നിറത്തെയാണോ നിരീശ്വരവാദത്തിന്റെ പ്രതീകമായിട്ട് ദ്രവീഡിയൻ രാഷ്ട്രീയം സ്വീകരിച്ചത്, ആ കറുപ്പെടുത്ത് ശബരിമലയിലേക്ക് എത്തുന്നത് നമ്മൾ കണ്ടു. അപ്പോ ഇതൊന്നും തമിഴ്നാടിനെ വെച്ച് അളന്ന് അങ്ങനെയൊന്നും എഴുതിത്തള്ളേണ്ട സംസ്ഥാനമല്ല. ആധ്യാത്മികമായി സാംസ്കാരികമായി ഏറെ കരുത്തുള്ള ജനത തന്നെയാണ്. ദ്രാവിഡ രാഷ്ട്രീയം ഉപരിപ്ലവമായ ചില മാറ്റങ്ങൾ ഉണ്ടാക്കി എന്നല്ലാതെ അവിടുത്തെ സാംസ്കാരിക മഹത്വത്തെയോ പൈതൃകത്തെയോ ഒന്നും തൊടാൻ പോലും
ഈ ദ്രാവിഡ രാഷ്ട്രീയത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശ്രീമതി ലക്ഷ്മി രാജീവ് ഇതിനകത്തൊരു എക്സിക്യൂട്ടീവ് തീരുമാനത്തെ എതിർക്കുന്നു. അതിന് പകരം എല്ലാവരെയും വിളിച്ചു കൂട്ടണം, വിശ്വാസ സമൂഹത്തിൻ്റെ അഭിപ്രായം എന്താണ് എന്നറിയണം, അങ്ങനെ മാത്രമേ ഒരു അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനാകൂ എന്നുള്ളത് ശബരിമലയുടെ പശ്ചാത്തലത്തിൽ ഈ സർക്കാർ പോലും ആലോചിച്ചു പോകും. ഇപ്പോ എന്താണ് ഞാൻ മറുപടി പറയേണ്ടത് ഇതിൽ എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് എന്റെ അല്ല, ശബരിമലയിൽ ഉണ്ടായിട്ടുള്ള ഒരു കൈപൊള്ളലുണ്ടല്ലോ ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു വാർത്ത വരുന്നു, ഈ വാർത്ത കേരളത്തിലും അത് നടപ്പാകുമോ എന്നുള്ള ഒരു ടോണിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ശ്രീ ആർ വി ബാബുവിനെ പോലെ ഉള്ളവരെ പേടിക്കും. സർക്കാർ ആരെങ്കിലും പേടിച്ചിട്ടുള്ളതായിട്ട്, ഇടതുപക്ഷ സർക്കാർ ആരെങ്കിലും പേടിച്ചിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സംഘർഷങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പൊതുജനങ്ങളുടെ ആദ്യമായിട്ടാണല്ലോ നമ്മൾ ഇത്തരത്തിലൊരു പ്രശ്നം അഭിമുഖീകരിക്കുന്നത്. ഈ ശബരിമല വിവാദത്തോട് അനുബന്ധിച്ചാണ് നമ്മൾ ഇത്തരത്തിലൊരു പ്രശ്നം, തന്ത്ര സമുച്ചയം, ക്ഷേത്രം, തന്ത്രം എന്നൊക്കെ നമ്മൾ കേൾക്കുന്നത് തന്നെ, സാധാരണ ജനങ്ങൾ കേൾക്കുന്നത് തന്നെ ഇപ്രാവശ്യത്തെ അംഗീകരിക്കപ്പെട്ട ഒരു നമ്മൾ ഇടപെടാത്തൊരു മേഖലയായിരുന്നു. അപ്പോൾ ഇപ്പോ പുതുതായിട്ട് കേട്ടു തുടങ്ങുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഒരു അമ്പരപ്പും ഒരു അറിയാൻ പാടില്ലായികയും ഉണ്ടാവും. അത് മാത്രമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ചും ഇടതുപക്ഷ സർക്കാരിലെ ഭൂരിപക്ഷവും 99% ഭരണകർത്താക്കളെല്ലാം അവിശ്വാസികളും ക്ഷേത്രത്തിൽ പോവാത്തവരും ഒക്കെയാണ്. അപ്പൊ അവർക്ക് ഈ കാര്യത്തിൽ പെട്ടെന്ന് തീരുമാനമെടുക്കാൻ പുറത്തുള്ള റിലയബിൾ ആയിട്ടുള്ള സോഴ്സസ് തന്നെ ഉണ്ടായിരുന്നിട്ടില്ല ആ സമയത്തൊന്നും. അപ്പോഴാണ് ഈ തന്ത്രം പഠിച്ചിട്ടുള്ള, എനിക്ക് തോന്നുന്നു സ്ത്രീകളിൽ ഞാൻ മാത്രമേ ഉള്ളൂ തോന്നുന്നു പഠിച്ചിട്ടുള്ളത്, ക്ഷേത്രതന്ത്രം പഠിച്ചിട്ടുള്ളത്. പിന്നെ ശ്യാംകുമാറിനെ പോലുള്ള സ്കോളേഴ്സ്, തുറന്ന് സംസാരിക്കാൻ ധൈര്യമുള്ള ആൾക്കാരൊക്കെ വളരെ കുറവാണ്. അപ്പൊ ഇവര് ഇത് നമ്മൾ നാളെ തൊട്ട് കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും അദ്ദേഹം പറഞ്ഞ പോലെ, ബാബു സാറ് പറഞ്ഞ പോലെ എല്ലാ ക്ഷേത്രങ്ങളിലും സ്ത്രീകൾ അപേക്ഷിക്കുകയും പൂജാരിയാകാൻ ക്യൂ നിൽക്കുമെന്നില്ല, ആരും ഉണ്ടാവില്ല. അപ്ലൈ ചെയ്യാൻ അപേക്ഷ ക്ഷണിച്ചാൽ, കാരണം ആർക്കും തന്ത്രം പഠിച്ചവരാരുമില്ല. ഒന്നാമത്തെ കാര്യം, ഫസ്റ്റ് ക്രൈറ്റീരിയൻ വളരെ കുറവാണ്. രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ പോലെ പ്രവൃത്തി പരിചയം ചോദിച്ചിട്ടുണ്ട്, ആർക്കും ഉണ്ടാവില്ല പ്രവൃത്തി പരിചയം, കാരണം ആരും നേരത്തെ ജോലി ചെയ്തിട്ടില്ല. അപ്പൊ തന്നെ ഡിസ്ക്വാളിഫിക്കേഷൻ ആയി. പക്ഷെ എന്ന് വെച്ചിട്ട് ഒരു സ്ത്രീക്ക് അപ്ലൈ ചെയ്യാൻ തോന്നിയാൽ നമ്മൾ ഈ പ്രകോപനപരമായിട്ട് പൊട്ടിത്തെറിക്കുകയും മര്യാദ പഠിപ്പിക്കാൻ ശ്രമിക്കൂ എന്നൊക്കെ അദ്ദേഹം പറയുന്നു. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല സാർ. ഞാൻ അങ്ങനെ, എന്റെ ഉദ്ദേശമേ അതല്ല. ഞാനൊരു സ്ത്രീ എന്നുള്ള നിലയിൽ, ഒരു വലിയ ഭക്ത എന്നുള്ള നിലയിൽ എന്റെ നിലപാടുകൾ, എന്റെ ആഗ്രഹങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഇത്രയും പ്രകോപനപരമായിട്ട് കാണേണ്ട ഒരു കാര്യവുമില്ല. അത് തന്നെ ചർച്ച തന്നെ അസാധ്യമാവും അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ. ഞാൻ ഒരു ക്ഷേത്ര ഗവേഷകയാണ്. ഞാൻ ഒരുപാട് വർഷങ്ങളെടുത്താണ് ഓരോ ക്ഷേത്രങ്ങളെ കുറിച്ചും എഴുതുന്നത്. പക്ഷെ ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകളിൽ നിന്നെല്ലാം ഞാൻ മാറി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട് ആറ്റുകാല് ശ്രീകോവിൽ ഒന്ന് കയറി പൂജിച്ചാൽ കൊള്ളാമെന്ന് തോന്നിയിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഞാനീ പറയുന്നത് ഇപ്പോഴല്ല, എപ്പോഴും പറയുന്നത് ഒരു വിമൻസ് ലിബറേഷൻ അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറിയുടെ വക്കിൽ നിന്നുകൊണ്ടല്ല ഞാനിത് സംസാരിക്കുന്നത്. ഞാൻ എന്റെ ഫെയ്ത്ത് അത്രയും ഇന്റൻസ് ആയതുകൊണ്ടും എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള ഒരു എന്താ പറയാ, ഒരു ഇഷ്ടം അല്ലെങ്കിൽ അത്രയും ആഴത്തിലൊരു സ്നേഹം ഈ വിഷയത്തിലുള്ളത് കൊണ്ട് എന്റെ ജെനുവിൻ ആയിട്ടുള്ള ഒരു കൺസേൺ ആണ് ഞാൻ പറയുന്നത്. ആരെയും പഠിപ്പിക്കാനല്ല പറയുന്നത്, സ്വയം മനസ്സിലാക്കാനും. അങ്ങനെ ഒരു പ്രീസ്റ്റ് ആവാൻ ഒരു സ്ത്രീക്ക് ഇതുവരെ നടക്കാത്തൊരു കാര്യം, ഒരു പ്രീസ്റ്റ് ആവാനുള്ള ഒരു അപേക്ഷ കൊടുക്കാൻ ഒരു സ്ത്രീക്ക് കഴിഞ്ഞാൽ അതൊരു വലിയ നേട്ടമായിരിക്കും എന്ന് തന്നെയാണ്. ഞാൻ ചിലപ്പോൾ അപേക്ഷിച്ചെന്നിരിക്കും. ക്ഷേത്രങ്ങളിലേക്ക് പൂജാരിമാരെ ക്ഷണിക്കുകയാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് അപേക്ഷിക്കാൻ താല്പര്യം ഉണ്ടാവും. അതിലെന്താണ് തെറ്റെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, അത്രയേ ഉള്ളൂ. അതായത് ഒരു പൂജ ചെയ്യുന്ന പുരുഷനെ പ്രസവിക്കുന്ന സ്ത്രീയാണ്. ആ സ്ത്രീക്ക് എന്തുകൊണ്ട് ഒരു ക്ഷേത്രത്തിൽ പൂജ ചെയ്യാം? ഗുരു നിത്യചൈതന്യതയുടെ ഒരു സിമ്പിൾ ചോദ്യമാണ്. നമ്മളെ പെറ്റ് വളർത്തിയ അമ്മയ്ക്ക് എന്തെങ്കിലും അശുദ്ധി ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നത് തെറ്റാണെന്ന്. അത്ര വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് ആണ്. അല്ലാതെ എന്റെ വിജ്ഞാനമോ അല്ലെങ്കിൽ ഞാനിതൊക്കെ പഠിച്ചു എന്നുള്ള ഒരു അഹങ്കാരത്തിലല്ല ഞാനിത് സംസാരിക്കുന്നത്. ഇനിയെങ്കിലും അത് മനസ്സിലാക്കൂ. ഈ താന്ത്രിക വിദ്യക്ക് ഇപ്പോൾ പൂജാരിമാരായിട്ട് സർക്കാർ അപേക്ഷ ക്ഷണിച്ചാൽ വളരെ കുറവ് ആളുകൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ജോലി ഒഴിവില്ല എന്ന് കണ്ട് ആരും പഠിച്ചിട്ടില്ല എന്നാണോ അതിൽ നിന്ന് മനസ്സിലാകുന്നത്? അല്ല, ക്ഷേത്രതന്ത്രം പഠിച്ചിട്ടുള്ളത്, അതിൽ തന്ത്രവിദ്യ പഠിക്കാൻ പ്രധാനമായിട്ടും ബ്രാഹ്മിൻസ് ആണ് പോകുന്നത്, നമ്പൂതിരിമാരാണ് പോകുന്നത്. അവരാണത് പൂജാരി ആകണം എന്നുള്ള, ഇപ്പൊ വളരെ കുറവാണ് പൂജ പഠിക്കുന്ന ആൺകുട്ടികൾ വളരെ കുറവാണ്. വിവാഹ മാർക്കറ്റിലൊക്കെ അവർക്ക് വളരെ ഡിമാൻഡ് കുറവാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ പല ക്ഷേത്രങ്ങളിൽ പ്രത്യേക കുടുംബങ്ങളുടെ ആധിപത്യത്തിലുള്ള ക്ഷേത്രങ്ങളുണ്ട്. അവർക്ക് മാത്രമേ അവിടെ പൂജ ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ അവരുടെ കുടുംബങ്ങൾക്ക് മാത്രമേ, അത് കാലാകാലമായിട്ട് അങ്ങനെ തന്നെയാണ്. പരമ്പരാഗതമായിട്ടുള്ള ചില ഊരായ്മയൊക്കെയുള്ള ക്ഷേത്രങ്ങളുണ്ട്. അവിടെ ഒന്നും വേറെ ആർക്കും പ്രവേശിക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്പൂതിരിമാരുടെ ഇടയിൽ തന്നെ മലയാളി ബ്രാഹ്മണന്മാർക്ക് മാത്രമേ പറ്റൂ. അത് വലിയ പ്രശ്നം നടക്കുകയാണ്. കാരണം ശബരിമല പൂജാരി നിയമനത്തില് മലയാള ബ്രാഹ്മണന്മാര് മാത്രം
മതി എന്നുള്ളൊരു പുതിയ വിശ്വാസം, പുതിയൊരു ആചാരം കൊണ്ടുവന്നിട്ടുണ്ട്. അതും ഭരണഘടനയ്ക്ക് എതിരാണ്. കാരണം നമുക്ക് അവിടെ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആണ് വന്നിരിക്കുന്നത്. അത് അങ്ങനെ ആയിരുന്നില്ല. ആറ്റുകാല് അല്ലെങ്കിൽ ശബരിമലയിലൊക്കെ തുളു ശാന്തിമാര് ധാരാളം പേര് അവിടെ ജോലി ചെയ്തിട്ടുണ്ട്. ആറ്റുകാല് ആദ്യത്തെ ബ്രാഹ്മണ ശാന്തി തന്നെ തുളു ബ്രാഹ്മണൻ. പക്ഷെ ഇപ്പൊ വന്നിരിക്കുന്ന സർക്കുലറിലെല്ലാം മലയാളി ബ്രാഹ്മിൻസ് മാത്രം. അപ്പൊ അവിടെ പോലും നമ്മൾ ഒരു ഇക്വേഷൻ നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ബ്രാഹ്മിൻസിന്റെ ഇടയിൽ തന്നെ അവിടെയാണ് ഈ സ്ത്രീകളെയും കൂടെ കൊണ്ടുവരണം, എല്ലാ മതത്തിലും എല്ലാ ജാതിയിലും പെട്ട സ്ത്രീകളെ കൊണ്ടുവരിക എന്നൊക്കെ പറയുമ്പോൾ എത്ര വിദൂരമായിട്ടുള്ള ഒരു ഫാർ ഫെച്ച്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് ആലോചിച്ചു പോകുന്നത്. ഇതിപ്പോ സ്ത്രീകൾക്ക് കൂടി വേണം അവകാശം എന്ന് പറയുമ്പോൾ അതിനകത്ത് വരാനിരിക്കുന്ന സ്വാഭാവികമായിട്ടുള്ള എതിർപ്പുകൾ എന്താണ്? ഇത് കൈയടക്കി വെച്ചിട്ടുള്ള ഒരു വലിയ വിഭാഗം ഉണ്ടാവുമല്ലോ. ആ വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് പങ്കിട്ടെടുക്കാൻ ഒരു വലിയ വിഭാഗം കൂടി വരുന്നു എന്നുള്ള എതിർപ്പാണോ ഉണ്ടാകാൻ സാധ്യത? അല്ല, അത് ഈ നമ്മൾ പറഞ്ഞ പോലെ ഞാൻ പാടില്ല, എനിക്ക് ആ ശ്രീകോവിലിന്റെ പേര് തന്നെ ഗർഭഗൃഹം എന്നാണ് അതിന്റെ പേര് തന്നെ. അപ്പം ഗർഭഗൃഹം എന്നാണ് അവിടെ ദേവനെ കുടിയിരുത്തിരിക്കുന്ന ഒരു സ്ത്രീയുടെ ശരീരം അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ശരീരവുമായിട്ടും ആ പ്രതിഷ്ഠ എന്നൊക്കെ പറയുന്നത് പ്രാണനെയാണ് പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്നത്. പ്രാണൻ എവിടെയാണ് പ്രതിഷ്ഠിക്കപ്പെടുന്നത്? ഭൂമിയിൽ, സ്ത്രീയുടെ ശരീരത്തിൽ മാത്രമാണ്. മനസ്സിലായില്ലേ? അപ്പൊ അത്രയും പവിത്രമായിട്ടുള്ള ഒരു, ലോകത്തെ ഏറ്റവും പവിത്രമായിട്ടുള്ള ഒരു ജന്മമാണ് സ്ത്രീയുടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ ആ ഗർഭഗൃഹത്തിനകത്ത് ഇരിക്കുന്ന ദൈവമാണ്. അവിടെ ഒരു സ്ത്രീക്ക് അവരെ ആഗ്രഹിച്ചാൽ പൂജ ചെയ്യുന്നതിൽ എന്താണ് തെറ്റ്? ശരി, ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞോളൂ. ശ്രീ രാഹുൽ ഈശ്വർ, അതിനോടൊപ്പം നോക്കൂ, ഇതിൻ്റെ ഒരു തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം, ഒരു പൂജാരിയെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് കിട്ടുന്ന വരായികയുണ്ടല്ലോ, അത് ഒരു ഭീഷണിയാണോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം? നികേഷ് സാർ, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഏത് റിഫോം വരുന്നതോ ഏത് മാറ്റം വരുന്നതോ കോടതിയോ ഗവൺമെന്റോ അല്ല ആത്മീയ മേഖലകളിൽ കാര്യം ഇടപെടേണ്ടത്. കേരളത്തിൽ അങ്ങനെ ഏറ്റവും നല്ല ഇടപെടൽ നടത്തിയത് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ വലിയ സന്യാസി തുല്യനായിരുന്ന ദാർശനികനായിരുന്ന മാധവ്ജിയാണ്. മാധവ്ജിയും ബ്രാഹ്മണ സമൂഹത്തിന്റെ ഏറ്റവും വലിയ നേതൃസ്ഥാനത്തിരിക്കുന്ന ശ്രീ ആലഞ്ചേരി തമ്പ്രാക്കളുമാണ് പാലിയം വിളംബരവുമായി മുമ്പോട്ട് വന്നത്. ഞാൻ RSകാരനല്ല, പക്ഷെ ചരിത്രത്തിൽ മാധവ്ജിക്ക് അടക്കമുള്ള പ്രാധാന്യം നമ്മൾ കാണാതിരിക്കരുത്. ബ്രാഹ്മണ്യാർജിത ശാന്തി എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുന്നതിനോട് അതിന് യോജിപ്പുള്ളതാണ് ഒരു പൊതു കൺസെൻസായി നിൽക്കുന്നത്. രണ്ട്, ഇതൊരു ജോലിയല്ല. അതായത് തേങ്ങയിടാൻ പോണ മീൻ പിടിക്കുന്ന ജോലി പോലെയാണോ ഒരു പള്ളിയിലച്ഛന്റെയോ മൗലവിയുടെയോ നമ്മുടെ ഒരു പൂജാരിയുടെയോ സന്യാസിയുടെയോ ധർമ്മം? അതൊരു ആത്മീയ ദൈവീക ധർമ്മമാണ്. ഇതൊരു ജോലിയായി ചുരുക്കി കാണുന്നവരാണ് പലപ്പോഴും ഇതൊരു ജോബാണെന്നും ആ ജോബിന് ഇങ്ങനെ വേണമെന്നൊക്കെ പറയുന്നത്. ഇതൊരു കുലധർമ്മമെന്നോ ജന്മപുണ്യമെന്നോ ജന്മധർമ്മമെന്നോ ഒക്കെയാണ്. ഇതിന്റെ പവിത്രതയോ ഇതിന്റെ ആഴമോ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് പ്രശ്നമാണ്. ഒരു വരി കൂടെ എടുത്തു പറഞ്ഞാൽ, നേരത്തെ ചോദിക്കുകയുണ്ടായി സ്ത്രീക്ക് പോപ്പാകാൻ കഴിയുമോ? പോപ്പ് എന്ന വാക്കിന്റെ അർത്ഥം പാപ്പ അല്ലെങ്കിൽ അച്ഛൻ എന്നാണ്. നാളെ എനിക്ക് മദർ സുപ്പീരിയർ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ പുരുഷന് മദർ സുപ്പീരിയർ ആവാൻ കഴിയുമോ? അതാണോ പുരോഗമനം? നാളെ ഒരു ക്രിസ്ത്യൻ പയ്യൻ പഠിച്ച് മദർ സുപ്പീരിയർ ആകാൻ കഴിയുന്നു എന്ന് പറഞ്ഞാൽ അത് അപഹാസ്യമാണ്. നിങ്ങൾ ഈ ലെഫ്റ്റ് ലിബറലുകൾ അവരുടെ ഐഡിയോളജി പ്രൊമോട്ട് ചെയ്യാനായി ഒരു പ്രൊപ്പഗാൻഡ വെച്ച് മതങ്ങളെ എല്ലാം ഉള്ളിൽ നിന്ന് ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല. ഇനിയും റിഫോംസ് ജെനുവിൻലി വേണമെങ്കിൽ ആ സമൂഹത്തിലെ ആചാര്യന്മാർ, സമൂഹത്തിലെ തന്ത്രിമാർ, ബ്രാഹ്മണ സമൂഹത്തിൽ തന്നെ ഉള്ളവർ, ഇനി പറവൂർ ശ്രീധരൻ തന്ത്രി അവരെ പോലുള്ള മഹാന്മാരായ ശ്രീനാരായണ ഗുരുദേവന്റെ സമൂഹത്തിൽ പിറന്ന തന്ത്രിമാർ, മാത്താനം വിജയൻ തന്ത്രികളെ പോലുള്ളവർ, ഇത്തരം ആൾക്കാർ കൂടി സംസാരിക്കണം, സമവായം ഉണ്ടാകണം. കാര്യം ഇവരെല്ലാം ഈ മേഖലയിലെ പ്രഗത്ഭരാണ്. ഇതൊരു ജോലിയല്ല. ഇതിന്റെ പിന്നിൽ ഇതിന്റേതായ ഒരു ആത്മീയ വിചാരവും ശാസ്ത്രവുമുണ്ട്. മാതാ അമൃതാനന്ദ ദേവി ആട്ടെ, ശ്രീ രവിശങ്കർ ആട്ടെ, സദ്ഗുരു ജഗ്ഗി വാസുദേവ് ആട്ടെ, ഇങ്ങനെ ഒരുപാട് പേരോട് ചർച്ചയ്ക്കുള്ള സ്കോപ്പ് ഉണ്ട്. അപ്പൊ രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ച് സോക്കോൾഡ് റിഫോം അടിച്ചേൽപ്പിക്കുന്നത് ബാക്ക് ഫയർ ചെയ്യുകയുള്ളൂ. അതാണ് ശബരിമലയിലും കണ്ടത്. അതുകൊണ്ട് വിശ്വാസികളെ കൂടി വിശ്വാസത്തിലെടുത്ത് പോകണം. ഏതെങ്കിലും വിശ്വാസമില്ലാത്തവർ ഇതെല്ലാം തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കനുസരിച്ച് മാറ്റണമെന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ഇതിന് പ്രതിരോധം ഉണ്ടാകും. നേരെ മറിച്ച് സമവായത്തിന്റെ ഭാഷയിൽ ആചാര്യന്മാരോടും സമാജത്തോടും സമുദായത്തോടും എല്ലാരോടും സംസാരിച്ച് ഗവൺമെന്റ് ഒരുമിച്ച് മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതല്ലേ പോസിറ്റീവ് സ്റ്റെപ്പ്. അത്തരം ചർച്ചകൾ ഉണ്ടാവുമോ എന്നുള്ളതാണ് ശ്രീമതി ലക്ഷ്മി രാജീവ്. ആൾദൈവങ്ങളോട് പോലും ചർച്ച ചെയ്യണം. ഇല്ല, അതിന്റെ നമ്മളതൊരു ഇപ്പൊ ഇവിടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മുടെ അൾട്ടിമേറ്റ് പ്രാമാണികമായിട്ടുള്ള ഗ്രന്ഥം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മളെല്ലാം സിറ്റിസൺസ് ആണ്. ഞാനും എനിക്കുള്ള അതേ റൈറ്റ്സേ ഉള്ളൂ ജഗ്ഗി വാസുദേവിനും രവിശങ്കറിനും മാതാ അമൃതാനന്ദമയ്ക്കും എല്ലാവർക്കും. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചല്ല അമ്പലവും പള്ളിയും നടക്കുന്നത്.
ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ രാഹുൽ നമ്മൾ ഈ ചർച്ച അങ്ങനെ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. ലക്ഷ്മി രാജീവ് പറഞ്ഞതിന് ശേഷം ഞാൻ താങ്കൾക്ക് അവസരം പറഞ്ഞോളൂ. അപ്പോ നമ്മള് പൗരന്മാരാണ് ഈ പണികളൊക്കെ ചെയ്യുന്നത്. പൗരൻ നമ്മൾ ഇപ്പൊ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചല്ല നമ്മൾ ജീവിക്കേണ്ടത്. ഒരു പ്രീസ്റ്റ് ജീവിക്കേണ്ടത്, ജഗ്ഗി വാസുദേവ് ജീവിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് അനുസരിക്കാൻ പറ്റുമോ? ഇന്ത്യൻ ഭരണഘടന തുല്യതയാണ്, സ്ത്രീക്കും പുരുഷനും തുല്യതയാണ് വിവക്ഷിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് എല്ലാ സർക്കാർ ജോലികൾക്കും ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെ അപ്ലൈ ചെയ്യാനുള്ള അവസരം ഉണ്ടാകണം. അപ്പോൾ അവിടെ വിശ്വാസി സമൂഹം എന്ന് പറയുമ്പോൾ ജഗ്ഗി വാസുദേവ് ഒക്കെ ഉൾപ്പെടുന്ന വിശ്വാസി സമൂഹത്തിനെ കുറിച്ച് ഞാൻ ഇവരെ കുറിച്ചൊന്നും കമന്റ് ചെയ്യുന്നില്ല. കാരണം ഈ ഫീൽഡിൽ ഞാൻ ഒരുപാട് നാളായിട്ട് ഞാൻ ഇവരെ എല്ലാം ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. ഈ ചർച്ച ഒരു വളരെ ഫ്രിവലസ്, സോറി ഫോർ ഡീവിയേറ്റിംഗ് ഫ്രം ദ ടോപ്പിക്, വളരെ ഫ്രിവലസ് ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് പോവുകയാണ് നമ്മള്. ഇതിനകത്ത് സംസാരിക്കാൻ ഒരു മിനിമം യോഗ്യത, അല്ലെങ്കിൽ ഈ ഇതിനകത്ത് ആത്മീയ ആചാര്യന്മാരെന്ന് പറയുന്നവരുടെ ഒരു നമുക്ക് നമ്മുടെ വിഷയമായിട്ട് അവർക്കുള്ള ബന്ധം, ഇതൊക്കെ സംസാരിക്കാതെ നമ്മൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പലപ്പോഴും ഞാനിത് ചാനൽ ചർച്ചകളൊക്കെ ഞാൻ പോകാറേയില്ല. ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് പോകാത്തത്. ഇവിടെ ഒരു സ്ത്രീക്ക് ക്ഷേത്രത്തിൽ പൂജാരി ആവാമോ? ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ആവാം. സർക്കാർ ജോലിയിലാവാം. സർക്കാർ ജോലി ബ്രാഹ്മണ്യത്തിന് ഉള്ള പാരമ്പര്യ തൊഴിലാണ് പൂജ ചെയ്യുന്നത്. അത് തെങ്ങിക്കയറുന്നതിൽ നിന്നും ഒട്ടും മഹത്തരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനെക്കാട്ടിലും കറേജ് ആവശ്യമാണ്. തെങ്ങിൽ കയറാൻ അതിനെക്കാട്ടിലും ധൈര്യം ആവശ്യമാണ്. കടലിൽ മീൻ പിടിക്കാൻ പോകുന്നത് അതിനെക്കാട്ടിലും ഒട്ടും കുറഞ്ഞ പണിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതെല്ലാം പാരമ്പര്യമായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് അത് കുലത്തൊഴിൽ, പാരമ്പര്യ തൊഴിൽ മാത്രമാണ്. അതിന് എന്താണ് വ്യത്യാസം? അതുപോലെ തന്നെ ഒരു തൊഴിലാണ് സർക്കാർ ജോലി എന്ന് പറയുന്നത്. പാരമ്പര്യ തൊഴില് പാരമ്പര്യമായിട്ട് ചെയ്യാൻ കഴിവുള്ള ആളുകൾ വന്ന് തന്ത്രം പഠിച്ച് അവിടെ സർക്കാർ ജോലിയിൽ കയറുന്നു. മറ്റു ജോലിയിലുള്ളവര് പലരും വേറെ സർക്കാർ ജോലിയിൽ കയറുന്നു. ബ്രാഹ്മണന്മാര് പലരും സർക്കാർ ജോലികളിൽ കയറാറുണ്ട്. അത്രേ ഉള്ളൂ. അപ്പൊ അത് കുലത്തൊഴിലാവുന്നില്ല. ഇതൊരു കുലത്തൊഴിലായിട്ട് സ്വീകരിക്കുന്നതില് ഈ കുലത്തൊഴിൽ പാരമ്പര്യമായി ചെയ്യുന്ന എല്ലാ ജോലികളും ഒന്നിനേക്കാട്ടിലും മഹത്തരവും ആത്മീയമായിട്ട് ഉയർന്നതുമല്ല ഒരു സർക്കാർ ക്ഷേത്രത്തിലെ പൂജാരി പട്ടം എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ശരി, അത് വളരെ ഭക്തിമൂത്ത് ആത്മീയ ലെവലിൽ പോകുന്നവരെ കുറിച്ച് അതേക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. ഒരു സർക്കാർ ക്ഷേത്രത്തില് ഒരു പൂജാരിയാകാനുള്ള സ്ത്രീയുടെ അവകാശത്തിനെ കുറിച്ച് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങൾ ആക്ട് പ്രകാരമാണ് പിന്നെ ക്ഷേത്രങ്ങളുടെ ഭരണം നടക്കുന്നത്. സതീദേവി പറഞ്ഞോളൂ. ശ്രീമതി സതീദേവി. അതെ, കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോമെന്റ് ആക്ട് അനുസരിച്ചാണ് ക്ഷേത്രങ്ങളുടെ പ്രവർത്തനം എങ്ങനെ നടത്തണം എന്ന് തീരുമാനിച്ചിട്ടുള്ളത്. അത്തരമുള്ള ക്ഷേത്രങ്ങളിൽ പൂജാരിമാരായിട്ടൊരു ജോലി എന്നുള്ള രൂപത്തിലാണ് അപേക്ഷ ക്ഷണിക്കുന്നത്. ഇവിടെ ശ്രീമതി ലക്ഷ്മി രാജീവ് താന്ത്രിക വിദ്യയെ സംബന്ധിച്ച് നല്ല ധാരണയുള്ള, നന്നായി പഠിച്ചിട്ടുള്ള ഒരാളാണ്. അവരുടെ സംസാരം ഞാൻ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു ജോലിക്ക് അപേക്ഷ ക്ഷണിക്കുമ്പോൾ അതിൽ പരിജ്ഞാനമുള്ള ആളുകൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുള്ളൂ. ശ്രീമതി ലക്ഷ്മി തന്നെ പറഞ്ഞു, താന്ത്രിക വിദ്യ പഠിച്ചിട്ടുള്ള സ്ത്രീകൾ എത്രത്തോളം ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ തന്നെ സംശയമാണ്. പക്ഷെ ഭരണഘടനാ പ്രകാരമായി ആർക്കും അപേക്ഷിക്കുന്നതിനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടുകൂടാ എന്നുള്ള തത്വം കൂടെയുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിലാണ് ഈ തമിഴ്നാട്ടിലെ സർക്കാർ അതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ആ അപേക്ഷകരുണ്ടെങ്കിൽ മാത്രമാണ് അപ്പോയിന്റ്മെന്റിന്റെ പ്രശ്നം വരുന്നുള്ളത്. അത് എക്സിക്യൂട്ടീവ് ഓർഡർ ഇറക്കാൻ പറ്റില്ല എന്നുള്ള രൂപത്തിലുള്ള നിലപാടെടുക്കുന്നത് എന്തർത്ഥത്തിലാണ്? രാഹുൽ ഈശ്വർ എന്തിനാണ് ഇങ്ങനെ വയലന്റ് ആയിട്ട് ഈ വേദിയിൽ സംസാരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ശ്രീമതി ലക്ഷ്മി രാജീവ് വളരെ ശാന്തമായിട്ടാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാനസികാവസ്ഥ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഇവിടെ എന്താ പ്രശ്നം? തമിഴ്നാട്ടിലെ ഗവൺമെന്റ് ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. ഒരു പ്രത്യേകമായിട്ടുള്ള ജോലി ചെയ്യുന്നതിന് വേണ്ടി അത് ജാതിയുടെയോ അല്ലെങ്കിൽ ജാതിയുടെയോ ലിംഗവ്യത്യാസത്തിന്റെയോ അതീതമായിട്ട് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ ആപ്ലിക്കേഷൻ ക്ഷണിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് അർഹമായിട്ടുള്ള ആളുകളെ അപ്പോയിന്റ് ചെയ്യാൻ ഭരണഘടനാപരമായിട്ട് തന്നെയുള്ള അവകാശമുണ്ട്. അത് മാത്രമേ അവിടെ നിർവഹിക്കപ്പെടുന്നു. വ്യക്തമാണ്. ഞാൻ ഈ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. നേരത്തെ എനിക്ക് ഡോക്ടർ ശ്യാംകുമാറിനോട് പൂർണ്ണമാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഡോക്ടർ ശ്യാംകുമാർ, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം എവിടെ വെച്ചാണ് ഇത് ഡീവിയേറ്റ് ചെയ്ത് പോയത് എന്നാണ്.
തീർച്ചയായിട്ടും. അതായത് ഏതാണ്ട് മനുസ്മൃതിയിൽ വളരെ വ്യക്തമായിട്ട് ഇപ്പോൾ പലരും അവകാശപ്പെടുന്നുണ്ടല്ലോ, ഇത് ബ്രാഹ്മണരോട് ചോദിച്ചിട്ട് വേണം, ബ്രാഹ്മണ ആചാര്യന്മാരെ ഇതിന് അഭിപ്രായം പറയണമെന്നൊക്കെ. മനുസ്മൃതിയിൽ വളരെ വ്യക്തമായി പറയുന്നത് പ്രതിമാപൂജ ചെയ്യാൻ ബ്രാഹ്മണർക്ക് അവകാശമില്ലെന്ന് മനുസ്മൃതിയിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. 10-ാം നൂറ്റാണ്ടിൽ മനുസ്മൃതിക്ക് കുല്ലൂകഭട്ടന്റെ വ്യാഖ്യാനത്തിൽ, മനുസ്മൃതിയുടെ കുല്ലൂകഭട്ട വ്യാഖ്യാനത്തിൽ പറയുന്നത് പ്രതിമാപൂജ ചെയ്യുന്ന ബ്രാഹ്മണർ ഹീനരും മ്ലേച്ഛരുമാണെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ബ്രാഹ്മണർക്ക് ഉൾപ്പെടെ പൂജ ചെയ്യാൻ അധികാരമില്ല എന്ന് പറഞ്ഞൊരു വ്യവസ്ഥയാണ് ഉണ്ടായി വരുന്നത്. 10-11 നൂറ്റാണ്ടോടുകൂടി താന്ത്രിക വിദ്യ എന്ന് പറയുന്നത് ഒരു കാരണവശാലും ബ്രാഹ്മണരുടെ ഒരു കുത്തകയായിരുന്നില്ല. അത് തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ പല കീഴാളരും പിന്നോക്കജാതി വിഭാഗങ്ങളും സ്ത്രീകളും ഒക്കെ പങ്കുപറ്റിയിരുന്ന ഒരു വിശാല സംസ്കാരത്തിലേക്ക് 10-11 നൂറ്റാണ്ടോടുകൂടി കടന്നു വന്ന ബ്രാഹ്മണ്യത്തിന്റെ പ്രത്യയശാസ്ത്രവും സ്മാർത്ത ബ്രാഹ്മണ്യ പാരമ്പര്യവുമാണ് ഈ താന്ത്രിക അവകാശങ്ങളെ ബ്രാഹ്മണ്യത്തിന്റെ സമ്പൂർണ്ണ കുത്തകയാക്കി മാറ്റിയത് എന്ന് പറഞ്ഞൊരു ചരിത്ര യാഥാർത്ഥ്യം നമ്മൾ കാണണം. അത് കണ്ടാൽ മാത്രമേ ആ 10-11 നൂറ്റാണ്ടോടുകൂടി സംഭവിക്കുന്ന ഈ ബ്രാഹ്മണ്യാധിനിവേശത്തിന്റെ ഒരു സമ്പൂർണ്ണ രൂപമാണ് 14-ാം നൂറ്റാണ്ടിൽ തന്ത്രസമുച്ചയം എഴുതപ്പെടുന്നതോടുകൂടി കാണപ്പെടുന്നത്. ഇതിനെയാണ് യുണീക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. ബ്രാഹ്മണ്യത്തിന്റെ യാഥാസ്ഥിതികവും പാരമ്പര്യബദ്ധവുമായി തൊട്ടുകൂടായ്മയും അയിത്തവും നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോഴും ചില യാഥാസ്ഥിതികത്തിന്റെ എന്ന് പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു. നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ശബരിമല മേൽശാന്തി നിയമനം കൂടെ നമ്മൾ ഈ വിഷയത്തിൽ പരിഗണിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ വിപ്ലവ സർക്കാർ, പുരോഗമന സർക്കാരാണല്ലോ കേരളം ഭരിക്കുന്നത്. എന്തുകൊണ്ടാണ് ശബരിമല മേൽശാന്തി തസ്തികയിലേക്ക് ഒരു ദളിതനെ പരിഗണിക്കാത്തത്? കേരളത്തിൽ നിരവധി ദളിതരെ പൂജാരിമാരാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷെ ഗുരുവായൂർ പോലുള്ള സ്ഥലത്ത്, ശബരിമല പോലുള്ള സ്ഥലത്ത്, കേരളത്തിലെ പ്രമുഖമായ ക്ഷേത്രങ്ങളിൽ എന്തുകൊണ്ടാണ് ദളിതരെയും പിന്നോക്കജാതി വിഭാഗങ്ങളെയും മേൽശാന്തി തസ്തികകളിലേക്കും പ്രധാനപ്പെട്ട തസ്തികകളിലേക്കും പരിഗണിക്കാത്തത്? സ്ത്രീകളെ എന്തുകൊണ്ടാണ് പൂജാരിമാരെ പരിഗണിക്കാത്തത്? തന്ത്രഗ്രന്ഥങ്ങളുടെ ചരിത്ര പാരമ്പര്യം പരിശോധിക്കുമ്പോൾ സ്ത്രീകളും ദളിതരും പിന്നോക്കജാതി വിഭാഗങ്ങളും ഒക്കെ തന്നെ താന്ത്രിക ഗ്രന്ഥങ്ങളുടെ താന്ത്രിക പാരമ്പര്യത്തിന്റെ അവകാശികളായിരുന്നു എന്ന് പറയുന്ന വളരെ വ്യക്തമായ ചരിത്ര പശ്ചാത്തലങ്ങളും ചരിത്രപരമായ രേഖകളും ഉണ്ട്. അതിരിക്കെയാണ് ഇത് സ്ത്രീകൾക്ക് പാടില്ല, ദളിതർക്ക് പാടില്ല എന്ന് പറയുന്ന ഒരു പ്രത്യേകതരമായ നിയമം ഉണ്ടാക്കിയെടുക്കുക. ഇത് സത്യത്തിൽ സമ്പൂർണമായ അയിത്തമാണ്, ഇത് തൊട്ടുകൂടായ്മയാണ് എന്ന് പറയാനുള്ള ഒരു ധൈര്യം പുരോഗമന ഭാഗത്തു നിന്നുള്ളവർക്ക് പോലും ഇല്ല എന്നുള്ളത് ഖേദകരമായ ഒരു വസ്തുതയാണ്. അപ്പോൾ സ്ത്രീകളുടെ പ്രവേശനത്തോടൊപ്പം തന്നെ ശബരിമല പോലെയുള്ള സ്ഥലത്ത് ദളിതരെ കൂടി മേൽശാന്തി സഭയിലേക്ക് പരിഗണിക്കുന്ന ഒരു സാഹചര്യം സംജാതമാകേണ്ടതുണ്ട്. ശരി, വ്യക്തമാണ്. പറഞ്ഞോളൂ രാഹുൽ. സർ, നേരത്തെ പറയണ്ടേ സർക്കാർ അമ്പലം എന്ന്? ഏത് സർക്കാർ അമ്പലം ഉണ്ടാക്കിയിട്ടുള്ളത്? സർക്കാരിന് ഏത് പള്ളിയുണ്ട്? സർക്കാരിന് ഏത് ചർച്ചുണ്ട്? സർക്കാരിന് ഏത് മോസ്ക് ഉണ്ട്? അപ്പൊ ഹിന്ദു ക്ഷേത്രങ്ങളുടെ മുകളിൽ 1812 കേണൽ മൺട്രോയിന്റെ കാലത്ത് ബ്രിട്ടീഷുകാർ വേലുത്തമ്പി ദളവയുടെ വിപ്ലവത്തിന് ശേഷം ഇന്ത്യയെയും ഹിന്ദു സമൂഹത്തെയും വിഭജിക്കാൻ സർക്കാരിൽ ഉണ്ടാക്കിയ ട്രോജൻ ഹോഴ്സ് ആണ് ഇന്ന് കാണുന്ന സംവിധാനം. ദയവായി ഈ സത്യങ്ങൾ മനസ്സിലാക്കണം. സർക്കാർ അമ്പലം, ഏത് സർക്കാരാണ് അമ്പലം ഉണ്ടാക്കിയിരിക്കുന്നത്? അമ്പലങ്ങൾ നൂറ്റാണ്ടുകളായി അവിടുത്തെ ഭക്തർ കാണിക്കയിട്ട് അവരുടെ ജീവിതം കൊണ്ട്, അവരുടെ കർമ്മവും ധർമ്മവും കൊണ്ട് ഉണ്ടാക്കിയ അമ്പലങ്ങൾ സർക്കാരിന്റെ സ്വന്തം എങ്ങനെയാവും? ഇനി ലീഗലി അത് തെറ്റാണ്. ലീഗലി ടെമ്പിൾ ബിലോങ്സ് ടു ദ ഡെയിറ്റി. ടെമ്പിൾ ദേവതയുടേതാണ്. അതായത് ദേവതയുടെ അമ്പലത്തിൽ 2 തരത്തിൽ കാര്യങ്ങളുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ. അതിനകത്ത് ഇത്രയും വലിയ പ്രകോപനം ആവശ്യമില്ല ശ്രീ രാഹുൽ ഈശ്വർ. അവരുദ്ദേശിച്ചത് തിരുവിതാംകൂർ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള നിയമനങ്ങളെ കുറിച്ച് മാത്രമാണ്. അല്ലല്ല, ഇവിടെ ആ നിയമനങ്ങൾ എന്ന് പറയുന്നത് സർക്കാർ അമ്പലമല്ല. ഈ അമ്പലത്തിൽ പൂജാ കാര്യങ്ങൾ, ദേവസ്വം ബോർഡ്, താന്ത്രിക അടിസ്ഥാനവും അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളും ഉണ്ട്. ശ്രീമതി ലക്ഷ്മി രാജീവ് ഇവിടെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന നമ്മളൊക്കെ ഇതിനൊക്കെ എതിരാണ്. അങ്ങനെ ആരും പറഞ്ഞോ? ആരെങ്കിലും അങ്ങനെ പറഞ്ഞോ? ഇല്ല. ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ ഒരു ഹിന്ദു സംഘടനാ പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഞാൻ പറഞ്ഞത് ഇൻ പ്രിൻസിപ്പിൾ നമുക്കതിനെ സ്വാഗതം ചെയ്യാം. കാരണം ഇത്തരം മാറ്റങ്ങളെ കാലോചിതമായി ഉൾക്കൊള്ളാൻ കരുത്തുള്ള സമാജമാണ് ഹിന്ദു സമാജം. നമ്മുടെ ചരിത്രം അതാണ്. നമ്മുടെ സാമൂഹ്യ നവോത്ഥാനത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഇതെല്ലാം കാണാം. ഈവൻ ക്ഷേത്രപ്രവേശന വിളംബരം 1936 നടത്തുന്നതിന് മുൻപായിട്ട് നമ്മുടെ കേരളത്തിൽ തിരുവിതാംകൂർ രാജാവും സാമൂതിരി രാജാവും അഭിപ്രായ രൂപീകരണം നടത്തിയിരുന്നു. ആ അഭിപ്രായ രൂപീകരണത്തിൽ പല അഭിപ്രായങ്ങളും കിട്ടിയിട്ടുണ്ട്. അത് വേറെ കാര്യം. ഈ ഓർത്തഡോക്സ് ആയിട്ടുള്ള ആൾക്കാരെ എതിരായിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ അഭിപ്രായ രൂപീകരണം നടത്തിയിരുന്നു. അപ്പൊ ഈ ഒരു സമവായം നമുക്ക് ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ അതിനെന്തോ ഞങ്ങളൊക്കെ ഒരു തെറ്റായ പക്ഷത്ത് അണിനിരക്കുകയാണ് എന്നൊരു ധാരണ, ആ ധാരണ സൃഷ്ടിക്കുമ്പോഴാണ് നമുക്ക് ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട നവോത്ഥാനങ്ങളിലെല്ലാം തന്നെയും ഈ പറയുന്ന ആൾദൈവങ്ങളുടെ അഭിപ്രായം എടുത്തിട്ടായിരുന്നില്ല. സാമൂഹ്യ മുന്നേറ്റം എന്നുള്ള നിലയിലാണ് അത് നടപ്പാക്കുന്നത്. ഈ ആൾദൈവം എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്നതിൽ
അത്ര കഥയൊന്നുമില്ല. കാരണം അത്തരം ആൾക്കാരൊക്കെ സമൂഹത്തിന്റെ വിശ്വാസം ആർജിച്ചിട്ടുള്ളത് അവരുടെ നിരവധി കാലത്തെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതിനെയൊക്കെ അങ്ങനെ തള്ളിക്കളയേണ്ട. ഞാനതുകൊണ്ടാണല്ലോ ഈ കേരളത്തിലെ സാമൂഹ്യ പരിവർത്തനത്തിന്റെ ഏറ്റവും നിർണായകമായ വിപ്ലവകരമായ ഒരു മാറ്റമുണ്ടാക്കിയത് അമൃതാനന്ദമയ്യാണെന്ന് ഞാൻ പറയാൻ കാരണം അതാ. ഒരു ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ നടത്തുക മാത്രമല്ല, ആ ക്ഷേത്രത്തിലെ പൂജാരിയായിട്ട് ഒരു സ്ത്രീയെ കൂടി വെക്കാനുള്ള ആർജവം കാണിച്ചത് അവരല്ലേ. ആ നിലയ്ക്കെങ്കിലും അവർക്ക് ഒരു സല്യൂട്ട് കൊടുക്കണ്ടേ നമ്മൾ? അപ്പൊ അതുകൊണ്ട് അവരൊക്കെ ഏതോ കൊള്ളരുതാത്തവരാണ് എന്നുള്ള ഒരു സമീപനം അതുണ്ടാക്കുന്നത് ശരിയല്ല. അതോടൊപ്പം ശ്രീ ശ്യാംകുമാർ പറഞ്ഞു വളരെ കറക്റ്റാണ്. ഞാൻ പറയുന്നത് ശ്യാംകുമാറിന്റെ ആ ഒരു വീക്ഷണത്തോടൊപ്പമാണ് ശബരിമലയിൽ അടക്കമുള്ള കാര്യങ്ങളിൽ നമുക്ക് ഈ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതാണ്. ഹിന്ദു ഐക്യവേദി ഔദ്യോഗികമായിട്ട് ആവശ്യപ്പെട്ടതാണ്. അതായത് ഇപ്പൊ ശബരിമലയിൽ മലയാളി ബ്രാഹ്മണരായിട്ടുള്ള ആളുകളെ മാത്രമാണ് പൂജാരിമാരായിട്ട് പരിഗണിക്കാറുള്ളത്. മലയാളി ബ്രാഹ്മൺസിൽ നിന്നാണ് അതിന്റെ അപേക്ഷകൾ ക്ഷണിക്കാറുള്ളത്. അക്കാര്യത്തിലും നമുക്ക് ഞാൻ പറഞ്ഞു ഇതിലൊക്കെ ചർച്ചകളാവാമെന്ന്. ഈ ചർച്ചകൾ ആരാണ് നിരോധിക്കുന്നത്? മറിച്ച് ഇതിനെ ഒരു ഗവൺമെന്റ് ഓർഡർ ആയിട്ട് നടപ്പിലാക്കുന്നത് എന്താ? ഹിന്ദു കാര്യങ്ങളിൽ മാത്രമേ ഗവൺമെന്റ് ഓർഡർ സാധ്യമാവുള്ളൂ. ഇവിടെ നേരത്തെ രാഹുൽ ഈശ്വർ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഉടനെ തന്നെ അതിന് വർഗീയത എന്നുള്ള ഒരു കൊട്ടേഷൻ കൊടുക്കാനാണ് നികേഷ് ശ്രമിച്ചത്. ഇവിടെ പറയുന്നത് ഈ സമൂഹത്തിൽ നടക്കുമ്പോൾ ഈ ഇൻബാലൻസിങ് എന്തിനാണ്? സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളോടും ഈ ഒരേ സമീപനം എടുക്കുമ്പോൾ ആർക്കും പരാതിയുടെ ആവശ്യം വരില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇത് ക്ഷേത്രങ്ങൾ സർക്കാരിന്റെ കീഴിലാണ്, അതുകൊണ്ട് സർക്കാർ യഥേഷ്ടം അവിടെ കാര്യങ്ങൾ ഇടപെടും എന്ന് പറയുന്നത് ആ വിശ്വാസികളോട് കാണിക്കുന്ന ഒരു അനീതിയല്ലേ? ആ അനീതി എന്തേ? അത് ചോദ്യം ചെയ്യുമ്പോൾ അതിന് വർഗീയത എന്നുള്ള ഒരു കൊട്ടേഷൻ കൊടുക്കേണ്ട കാര്യം എന്താ? അപ്പൊ അവിടെ ഇതെല്ലാം അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരാണോ കേരളത്തിലെ ഹിന്ദു സമൂഹം? ഇവിടെ സ്പേസ് വേണം. ഈ സർക്കാരിന്റെ പുതിയ തീരുമാനം, അതായത് സുപ്രീം കോടതിയുടെ 9-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി വന്നു കഴിഞ്ഞാൽ പിന്നെ അത് രാജ്യത്തിന്റെ നിയമമാണ്. പക്ഷേ ഈ ഗവൺമെന്റ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് പോകുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നത് കൂടിയാലോചന നടത്തി അക്കാര്യം തീരുമാനിക്കുമെന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പ്രക്രിയ കൂടി ഇപ്പോൾ ഈ സർക്കാരിന്റെ മനസ്സിലുണ്ട് എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ശ്രീമതി ലക്ഷ്മി രാജീവ്. സർക്കാരിന്റെ ഉദ്ദേശം ഒന്നും എനിക്ക് ഊഹിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. സർക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. അങ്ങനെ ഒരു തീരുമാനം വന്നാൽ അത് സ്വാഗതാർഹമായിരിക്കും. അതിന് ഈ പറഞ്ഞ പോലെ ഹിന്ദുമത ആചാര്യൻ എന്ന് പറയുന്നതൊന്നും എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഇത്രയും വർഷമായിട്ടും എനിക്ക് ഹിന്ദുമതത്തിൽ ഒരു ആചാര്യൻ ഉണ്ടെന്നോ എനിക്കൊരു അങ്ങനെ ഒരു അത് ഞങ്ങളുടെ ഇടയിലൊന്നും അങ്ങനെ ഒരു ആചാര്യനില്ല. എനിക്കൊരു ആചാര്യനും ഇല്ല എന്റെ മതത്തിൽ ഇതുവരെ ഇല്ല. എന്റെ കുടുംബത്തിൽ ആർക്കും ഉണ്ടായിരുന്നതായിട്ട് എനിക്കറിയില്ല. അപ്പോ സർക്കാർ നിയമങ്ങൾ അനുസരിക്കുക, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിക്കുക, നിയമം പാലിക്കുക, ഇത്രയൊക്കെ ചെയ്ത് ജീവിക്കുന്ന സാധാരണ ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ, ഭക്തയായ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ, ക്ഷേത്ര ഗവേഷക എന്നുള്ള നിലയിൽ, തന്ത്രം പഠിച്ച സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്കുള്ള എളിയ അഭിപ്രായവും എന്റെ ആഗ്രഹവും പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. സർക്കാർ എന്താണ് തീരുമാനിക്കുക എന്നുള്ളത് എന്നെ പോലുള്ളവരെ സർക്കാർ കേട്ടാൽ വളരെ സന്തോഷമായിരിക്കും. അത്രേ പറയാൻ പറ്റുള്ളൂ. സർക്കാർ വിശ്വാസികളെ ആണോ കേൾക്കുന്നത്, എന്നെ പോലെ വളരെ ഒറ്റപ്പെട്ട, നമ്മളെ പോലെ കുറച്ച് ഒറ്റപ്പെട്ട ശബ്ദങ്ങളെയാണോ കേൾക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. കേട്ടാൽ നന്നായിരിക്കും, വലിയൊരു കാൽവയ്പായിരിക്കും, അത്രേ പറയാൻ പറ്റുള്ളൂ. ഡോക്ടർ ശ്യാംകുമാർ, അങ്ങനെ ഉണ്ടോ? അതായത് ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് നമ്മളിപ്പോൾ ക്ഷേത്രങ്ങളിലെ പൂജാരിമാരെ കുറിച്ചാണല്ലോ പറയുന്നത്. അതിന് ഇന്നയാളുടെ അഭിപ്രായം തേടണം എന്നുള്ളൊരു നിഷ്കർഷ എത്ര കണ്ട് സാധ്യമാണ്? അങ്ങനെയാണെങ്കിൽ ആരൊക്കെ? അതെ, കേരളത്തിൽ ഇപ്പോൾ ഈ ഒരു യുണീക്കായ കാര്യങ്ങളുണ്ട്, യുണീക്കായ തന്ത്രപാരമ്പര്യം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു യുണീക്കായ തന്ത്രപാരമ്പര്യം ഉണ്ട് എന്ന് ആദ്യം തന്നെ ആ വാദം അംഗീകരിച്ചുകൊണ്ട് നമുക്ക് തന്ത്രഗ്രന്ഥങ്ങളൊന്ന് പരിശോധിക്കാം. അങ്ങനെ തന്ത്രഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ തന്ത്രഗ്രന്ഥങ്ങളിൽ എവിടെയും ആചാര്യൻ എന്ന് മാത്രമേ, ആ ആചാര്യൻ ഇപ്പം ആചാര്യ സഭ എന്നുള്ളൊരു വാക്കൊക്കെ അടുത്ത് നമ്മൾ കേൾക്കുന്നതാണ്. ഇപ്പോഴാണ് ആചാര്യസഭ എന്നൊക്കെയുള്ള വാക്ക് കേൾക്കുന്നത്. തന്ത്രഗ്രന്ഥങ്ങളിൽ എവിടെയും, വിശേഷിച്ച് കേരളത്തിൽ 200-ലധികം തന്ത്രഗ്രന്ഥങ്ങളുണ്ട്. തന്ത്രസമുച്ചയം ഉൾപ്പെടെയുള്ള 200-ലധികം തന്ത്രഗ്രന്ഥങ്ങളുണ്ട്. ഈ തന്ത്രഗ്രന്ഥങ്ങളിൽ എവിടെയും ആചാര്യസഭ എന്ന് പറയുന്ന സഭ വിളിച്ചു കൂട്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കേണ്ടത് എന്നൊരു കാര്യം എവിടെയും പറയുന്നില്ല. ഇതൊക്കെ നമ്മൾ അടുത്ത കാലത്ത് കേൾക്കുന്ന ഒരു കാര്യമാണ്. തന്നെയല്ല, ഒരു യുണീക്കായ ഏകാത്മകമായ ഒരു തന്ത്രപാരമ്പര്യം കേരളത്തിൽ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു ഉദാഹരണത്തിലൂടെ ഞാനത് വ്യക്തമാക്കാം. ഭദ്രകാളിയെ പൂജിക്കേണ്ടത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ വൈകാനസ ധർമ്മസൂത്രം പോലുള്ള ധർമ്മസൂത്രം പറയുന്നത് പാരശവരാണ് ഭദ്രകാളിയെ പൂജിക്കേണ്ടതെന്ന്, അല്ലാതെ ബ്രാഹ്മണരാണ് ഭദ്രകാളിയെ പൂജിക്കേണ്ടതെന്ന് എവിടെയും പറയുന്നില്ല. ഇങ്ങനെ ബ്രാഹ്മണേതരമായ ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നിടത്ത് നിന്നും ബ്രാഹ്മണികമായ ഒരു ആചാര വ്യവസ്ഥ
ഈ വ്യവസ്ഥ മാറിപ്പോകുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ആചാര്യസഭ എന്ന് പറയുന്നത് തന്നെ തന്ത്രഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ തന്നെ പൊള്ളയായ ഒരു കാര്യമാണെന്ന് വ്യക്തമാകും. അത് വളരെ അടുത്ത കാലത്ത് ഇപ്പൊ ശബരിമല വിവാദം പോലെയുള്ള വിവാദങ്ങൾ ഉണ്ടായി വരുമ്പോൾ ചില തൽപര കക്ഷികൾ ഒരു സഭ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാക്കിയെടുക്കുകയാണ്. നമ്മൾ കണ്ടു ശബരിമല വിവാദം പോലെ ുള്ള കാര്യങ്ങൾ ആരാണ് അഭിപ്രായം പറഞ്ഞ കുറച്ച് അഭിപ്രായം പറയുന്നത്. സത്യത്തിൽ താന്ത്രിക പാരമ്പര്യത്തിൽ ഇത്ര സന്യാസിമാർക്ക് എന്താണ് അഭിപ്രായം പറയാൻ അവകാശം? യഥാർത്ഥത്തിൽ ആണെങ്കിൽ ക്ഷമിക്കണം, സാങ്കേതിക തകരാറാണ്. ഡോക്ടർ ടി എസ് ശ്യാംകുമാർ ഇവിടെ. ശ്രീ രാഹുൽ ഈശ്വർ, അതിന്റെ കൂട്ടത്തിൽ ഈ ശബരിമലയിലെ ഒരു ദളിതൻ മേൽശാന്തി ആയാൽ എന്താണ് കുഴപ്പം എന്ന് ശ്രീ ആർ വി ബാബു പോലും ചോദിക്കുന്നു. നികേഷ് സാർ, രണ്ട് കാര്യങ്ങൾ. അമ്പലങ്ങൾക്ക് യുണീക്നെസ് ഉണ്ട് എന്നുള്ളത് സുപ്രീം കോടതിയുടെ അടക്കമുള്ള ഉത്തരവാണ്. ഓരോ ഡേറ്റിക്കും ഓരോ ദേവതയ്ക്കും ആ ദേവതയുടെ വീടാണ് അടിസ്ഥാനപരമായ അമ്പലം. ആ വീടിന്റേതായ ചിട്ടവട്ടങ്ങൾ തീരുമാനിക്കുന്നത് ദേവതയും ദേവതാ സങ്കല്പങ്ങളും അതിന്റെ യജമാനനും തന്ത്രിയും ദേവപ്രശ്നവും ഒക്കെയാണ്. അതൊരു വെൽ സെറ്റിൽഡ് പൊസിഷനാണ്. അത് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശക്തമായി ബാധിച്ചു. രണ്ട്, ശബരിമലയിലടക്കം ബ്രാഹ്മണ്യാർജിത ശാന്തി എന്നുള്ള കാര്യത്തിന് ആചാര്യന്മാരുടെ സമൂഹത്തിന്റെ തന്ത്രിമാരുടെ സമൂഹത്തിന്റെ സമവായത്തിന്റെ പാത തേടാമല്ലോ. അങ്ങനെയാണ് മാധവ്ജി അടക്കം പാലിയം വിളംബരമുള്ള കാര്യം കൊണ്ടുവന്നത്. ശ്രീനാരായണ ഗുരുദേവൻ അടക്കം ഇൻക്ലൂസീവ് ആയ ഒരു പിച്ച് കൊണ്ടുവന്നത് വിവേകാനന്ദ സ്വാമി അടക്കം. അപ്പോ ബ്രാഹ്മണരെയോ വിശ്വാസികളെയോ പൂജാരിമാരെയോ ക്ഷേത്ര കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സമൂഹത്തെ ഒരു സൈഡിലേക്ക് സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് ഇതെല്ലാം ഞങ്ങൾ അങ്ങ് നടത്തിക്കളയാമെന്നാണ് വിചാരിക്കുന്നെങ്കിൽ ശബരിമലയുടെ കേസ് എന്താ നടന്നതെന്ന് കണ്ടല്ലോ. എല്ലാ ആൾക്കാരും അപ്പുറത്ത് നിന്നിട്ട് അവസാനം എന്താ സംഭവിച്ചെന്ന് കണ്ടല്ലോ. സമവായം ഉണ്ടാകുന്നെങ്കിൽ നമുക്ക് ശബരിമല പരമ സമയം ഉണ്ടാക്കാം. അതായത് യുവതികൾ കയറേണ്ടെന്നുള്ളതാണ് ഇപ്പൊ എല്ലാവരും ഉള്ള സമവായം. അങ്ങനെ സമവായം മതിയെങ്കിൽ ഓക്കെ. അതല്ല, ഇനി ഒരു കാര്യം സത്യമാണ്, ചരിത്രത്തിൽ ജാതീയതയുടെ പേരിൽ നമുക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, നമ്മുടെ സമൂഹത്തിന് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമി അടക്കം നിങ്ങൾക്കൊക്കെ ഭ്രാന്താണെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഒരു സമൂഹം എന്ന നിലയിൽ, സമാജം എന്ന നിലയിൽ ഒരുമിച്ച് നിന്ന് വ്യത്യസ്ത സ്വരങ്ങളെ ക്രോഡീകരിച്ച് ചില കാര്യങ്ങളിൽ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളിൽ ഞാൻ അതിനെക്കുറിച്ചൊരു സംശയം ഡോക്ടർ ശ്യാംകുമാറിനോട്. ബ്രാഹ്മണ്യാർജിത ശാന്തി എന്ന് പറഞ്ഞതാണ് യുണീക്നെസ് ആയി ചൂണ്ടിക്കാണിക്കുന്നത്. അതൊരു തെറ്റായ കാഴ്ചപ്പാടാണ് കേട്ടോ. ഈ ബ്രാഹ്മണ്യാർജിത ശാന്തി എന്നുള്ളത് അതൊരു തികഞ്ഞ അസംബന്ധം പിടിച്ച വാചകമാണ്. കേരളത്തിലുണ്ടായ 14-15 നൂറ്റാണ്ടുകളിലെ വ്യവഹാരമാല എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. വ്യവഹാരമാലയിൽ പറയുന്നത് ബ്രാഹ്മണന്റെ വേഷവും ധരിച്ച് നടക്കുന്ന ശൂദ്രന്റെ കഴുത്ത് വെട്ടണം എന്നത്. അത്തരം ആൾക്കാർ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരെ രാജാവ് ശിക്ഷിക്കണമെന്ന് പറയുന്നൊരു ഗ്രന്ഥം എഴുതിയ നാടാണ് കേരളം. അതായത് കർമ്മബ്രാഹ്മണ്യം എന്ന് പറയുന്ന സംഗതി തന്നെ ഒരു അസംബന്ധമാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കർമ്മബ്രാഹ്മണ്യം എന്ന് പറയുന്ന സംഗതി ഉണ്ടെന്ന് നമ്മൾ അംഗീകരിക്കുന്നു, വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ എന്തുകൊണ്ടാണ് ശബരിമലയിൽ ഒരു കർമ്മബ്രാഹ്മണരായ അല്ലെങ്കിൽ ഈ പറയുന്ന ബ്രാഹ്മണ്യാർജിതരായ ഒരാളെ പൂജാരിയാക്കാത്തത്? എന്തുകൊണ്ടാണ് ഗുരുവായൂരിൽ ഒരു ദളിത് പൂജാരി ഉണ്ടാകാത്തത്? ഇത്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന ഒരു പ്രവണത ഒട്ടും ശരിയല്ല. ശ്യാമെ ശ്യാം പറയുന്ന പോലെ ബ്രാഹ്മണിക്കൽ ഒരു പരിസരത്ത് നിന്നുകൊണ്ടാവണം ഈ തീരുമാനം എന്നല്ല. ഇപ്പോ 1987 ഈ പാലിയം വിളംബരത്തിൽ പങ്കെടുത്ത ആ ആചാര്യന്മാര്, ഇതിപ്പോ ആചാര്യന്മാരില്ലെന്നാണല്ലോ ലക്ഷ്മി രാജീവിനെ പോലുള്ളവർ പറയുന്നത്. അത് അവരുടെ വിശ്വാസം, അതങ്ങനെ ഇരിക്കട്ടെ. പക്ഷേ പാലിയം വിളംബരത്തിൽ പങ്കെടുത്ത ആചാര്യന്മാരിൽ ഒരാൾ ശ്രീധരതന്ത്രിയായിരുന്നു, മറ്റൊരാൾ കാരുമാത്ര വിജയനായിരുന്നു. അപ്പൊ ഇവരൊക്കെ ബ്രാഹ്മണരല്ലല്ലോ. അപ്പോ അത്തരം ആളുകളുടെ സഭ ഈ വിഷയത്തിൽ, ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ അതിന് വ്യത്യസ്ത വീക്ഷണങ്ങളുണ്ടല്ലോ. ആ വിഷയത്തിൽ ജ്ഞാനമുള്ളവർ, ആ വിഷയത്തിൽ പണ്ഡിതന്മാരായവർ, അവർ ഒരുമിച്ചിരിക്കണം എന്നേ അതിനർത്ഥമുള്ളൂ. അതിന് ബൈ ബർത്ത് പൂണൂലിട്ടവരായിരിക്കണം, ബൈ ബർത്ത് ബ്രാഹ്മണ യോനിയിൽ പറഞ്ഞവരായിരിക്കണം എന്ന അർത്ഥത്തിൽ ശ്യാം അതിനെ കാണണ്ട. നമുക്ക് കുറച്ചുകൂടി മോഡറേറ്റ് ആയിട്ട് കാര്യങ്ങൾ ചിന്തിക്കാം. അടിസ്ഥാനപരമായി എനിക്ക് ചോദ്യം ഉന്നയിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയെ ബഹുമാനിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഇവിടെ അല്ല ഉന്നയിക്കപ്പെടുന്നത്. വിശ്വാസത്തിന്റെ സംബന്ധമായ കാര്യങ്ങളിൽ ആ ഭരണഘടന അങ്ങനെയാണെങ്കിൽ അത് ഹിന്ദുമതത്തിന്റെ കാര്യത്തിൽ മാത്രമേ പ്രാവർത്തികമാക്കേണ്ടതുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇത്രയും കാലം ഇവിടെ പറയുന്ന ഹിന്ദുമത സമൂഹത്തിനുള്ളിൽ ഈ പറയുന്ന നവോത്ഥാന പ്രക്രിയ നടക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു ദളിതൻ പൂജാരിയായി ശബരിമലയിൽ വരാത്തത്? എന്താണ് അതിന് കാലതാമസം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല? നോക്കൂ, 931 ഗുരുവായൂർ സത്യാഗ്രഹം.
എന്റെ ചോദ്യം, കേരളത്തിലെ പ്രമുഖമായ ക്ഷേത്രങ്ങളിൽ ഒന്നും തന്നെ ദളിത് പൂജാരി ഉണ്ടാകാതിരിക്കുകയും അപ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ മാത്രം ദളിതരെ പൂജാരിമാരായി നിയമിക്കുന്നതിലൂടെ ഒരു തികഞ്ഞ അസമത്വമാണ് നടപ്പിലാക്കുന്നത്. അതെന്തുകൊണ്ടാണ് കാണാത്തത്? അല്ല, അതിന് പരിഹാരം ഉണ്ടാകണം. 1889 എനിക്ക് അരിവിപ്പുറം പ്രതിഷ്ഠ 89-ലാണെന്നാണ് എന്റെ ഓർമ്മ. എനിക്ക് സബ്ജക്ട് ടു കറക്ഷൻ, എന്റെ ഓർമ്മയുടെ തെറ്റാണെങ്കിൽ അത് തിരുത്താം. ആ സംഭവം നടന്ന് എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് നമുക്ക് ക്ഷേത്രത്തിൽ പ്രവേശനം കിട്ടിയത് എല്ലാവർക്കും? അപ്പോൾ അതിനൊരു കാലതാമസം ഉണ്ടായിട്ടുണ്ട്. ആ കാലതാമസം സമൂഹത്തിൽ അസ്വസ്ഥതകൾ ഇല്ലാതെ സൃഷ്ടിച്ചെടുക്കുക എന്ന ഉദ്ദേശം വെച്ചിട്ടാണ്. വേണമെങ്കിൽ നാരായണ ഗുരുദേവൻ ഒരു വിപ്ലവം ഉണ്ടാക്കാമായിരുന്നു, അതിനുള്ള ശേഷിയൊക്കെ അദ്ദേഹത്തിന് ഉണ്ടാകുമായിരുന്നു, ഉണ്ട്. പക്ഷേ അതല്ല മാർഗം എന്ന് അദ്ദേഹം സ്വീകരിച്ച് സമൂഹത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കാതെ, സമൂഹത്തെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഭിന്നിപ്പുണ്ടാക്കാതെ പ്രശ്നത്തിന് പരിഹാരം കാണുക. ഈ ശബരിമലയുടെ കാര്യത്തിലും ആ കാര്യത്തിൽ ശ്യാമിന്റെ ഒപ്പമാണ് ഞങ്ങളൊക്കെ. ശ്യാമിന്റെ ഒപ്പമാണ് ഞങ്ങളൊക്കെ. എന്റെ സംശയം, ദളിതര് പൂജാരിമാരാകുമ്പോൾ മാത്രം സമൂഹത്തിന് അസ്വസ്ഥത വരുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകാം. തീർച്ചയായും നമ്മുടെ സാമൂഹ്യ സെറ്റപ്പിൽ അങ്ങനെ ഉണ്ടല്ലോ, അതൊരു യാഥാർത്ഥ്യമാണല്ലോ. ആ യാഥാർത്ഥ്യം പരിഹരിക്കപ്പെടണം. ഇപ്പൊ യദുകൃഷ്ണനെ നമ്മള് ഈ കഴിഞ്ഞ സർക്കാർ വന്ന സമയത്ത് യദുകൃഷ്ണനെ പൂജാരിയാക്കി. ചില സ്ഥലങ്ങളിൽ എതിർപ്പുണ്ടായില്ലേ? ആ എതിർപ്പുണ്ടായ സമയത്ത് അവിടെ പോയി ഇടപെട്ട് ആ എതിർപ്പുകൾ പരിഹരിക്കാൻ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ശ്യാമേ, ഞങ്ങളൊക്കെ അവിടെ പോയി അത് പരിഹരിക്കാൻ ശ്രമിച്ച ആൾക്കാരാണ്. ഇതേ ഇടപെടൽ യദുകൃഷ്ണനെ ശബരിമല മേൽശാന്തിയാക്കുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ അത്തരം ആളുകൾക്ക് സതീദേവിയോട് പറയണം. നിങ്ങൾ സമരം ചെയ്യുമോ? സതീദേവിയോട് പറയണം, സതീദേവിയോട് ആവശ്യപ്പെടൂ അങ്ങനെ വേണമെന്ന്. ഇത് തീരുമാനിക്കുന്നത് ഞങ്ങളല്ലോ. നിങ്ങൾക്ക് കുഴപ്പമില്ല, ഞങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷെ അവിടെ തന്ത്രി കുടുംബത്തിൽപ്പെട്ട രാഹുൽ ഈശ്വറിന് കുഴപ്പമുണ്ട്. ഇല്ല, രാഹുൽ ഈശ്വറിന് പറഞ്ഞില്ല. എന്തോ ഒരു രാഹുൽ ഈശ്വറിന്റെ വീട്ടിൽ വരുന്ന പങ്ക് കുറഞ്ഞു പോകുന്ന സംശയമുണ്ടോ? നികേഷ് സാർ, ഒറ്റ കാര്യം നികേഷ് സാർ, ഒരു ഈഴവ സമുദായത്തിൽ പിറന്ന, നായർ സമുദായത്തിൽ പിറന്ന രണ്ടുപേരെ ശബരിമല മേൽശാന്തി സെലക്ഷന് വ്യക്തിപരമായി വിളിച്ച് കൊണ്ടുപോയി ആപ്ലിക്കേഷൻ കൊടുപ്പിച്ച വ്യക്തിയാണ് ഞാൻ. അവിടെയാണ് ഇത് ഒരു ഫ്രെയിംവർക്കിനാണ്, ഇതൊരു സിസ്റ്റമാണ്. സിസ്റ്റത്തെ തകർക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളല്ല. റിഫോർമേഷൻ എല്ലാവരും യോജിപ്പാണ്. പക്ഷെ ഇത് തകർക്കണമെന്ന ഉദ്ദേശത്തോടെ വെളിയിൽ നിന്ന് ഇടപെടുന്നവരല്ല ഇതിന് വേണ്ടത്. രണ്ട്, ഭരണഘടന പരമപവിത്രമാണ്. പക്ഷെ ഭരണഘടന അപ്ലൈ ചെയ്യുന്ന മേഖല പള്ളിയുടെ ഉള്ളിലോ ചർച്ചിന്റെ ഉള്ളിലോ അല്ലെങ്കിൽ അമ്പലത്തിനുള്ളിലോ അല്ല. ഇത് രണ്ടും വേറെയാണെന്ന് കൃത്യമായി കണ്ടുകൊണ്ട് ഭരണഘടനയെ ഉപയോഗിച്ച് അമ്പലങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നവർ ആരാണെന്ന് സാധാരണ ജനങ്ങൾക്കറിയാം. എന്നാൽ ആചാര്യന്മാർ ഒരുമിച്ച് ചേർന്ന്, വിശ്വാസികൾ ഒരുമിച്ച് ചേർന്ന് ഒരു റിഫോർമേഷൻ വരികയാണെങ്കിൽ ബഹുഭൂരിപക്ഷം സ്വീകരിക്കും. അത് യദുകൃഷ്ണന്റെ വിഷയത്തിലാണെങ്കിലും പാലിയമ്പലമ്പലമാണെങ്കിലും മഹാനായ പറവൂർ ശ്രീധരൻ ആണെങ്കിലും അവിടെ ഒരു ബാലൻസും സ്വഭാവം വേണം. ഏകാധിപത്യപരമായി അടിച്ചേൽപ്പിച്ചാൽ റിയാക്ഷൻ ഉണ്ടാവും. ലക്ഷ്മി രാജീവിന് അതിന് മറുപടി പറയാനുണ്ടോ? എന്തുകൊണ്ട് ഇത് പള്ളിയിലും, ക്രിസ്ത്യൻ പള്ളിയിലും മുസ്ലിം പള്ളിയിലും നടപ്പാക്കാൻ ശ്രമിക്കുന്നില്ല? ഭരണഘടന അവിടെ പ്രയോഗത്തിൽ ഇല്ലേ? തീർച്ചയായും ഉണ്ടാവും. അത് നമ്മുടെ തീർച്ചയായും വേണ്ടതാണ്. കാരണം ഞാൻ ഉൾപ്പെടുന്ന സമുദായത്തിലെ കാര്യമല്ലാതെ വേറെ സമുദായത്തിലെ കാര്യം പറഞ്ഞാൽ ഉണ്ടാവുന്ന അപകടം നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മുടെ സമുദായത്തിലെ കാര്യം പറഞ്ഞ് തന്നെ അപകടമാണ്. അപ്പൊ മറ്റു മതങ്ങളിലെ വിഷയങ്ങളിൽ നമ്മൾ ഈ ചർച്ചയിൽ തന്നെ നോക്കൂ, എത്ര പ്രകോപനപരമായിട്ടാണ് എല്ലാവരും സംസാരിക്കുന്നത്. അപ്പൊ വേറൊരു മതത്തിലെ ആചാരാനുഷ്ഠാനങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞാൽ ചിലപ്പം കയ്യോ കാലോ നഷ്ടപ്പെടും. അതാണ് ഇവിടുത്തെ അവസ്ഥ. മനസ്സിലായില്ല? അപ്പൊ ഞാൻ ലക്ഷ്മി രാജീവ്, കൊട്ടുന്നവരെല്ലാം ഹിന്ദുക്കളാണ്. ഞാൻ ഒരു ക്രിസ്ത്യൻ പുരോഹിതനെ വിളിച്ചപ്പോൾ അദ്ദേഹത്തോട് അത് മാത്രമേ ചോദിച്ചുള്ളൂ. അല്ല, നികേഷ് സാറിനെ കുറിച്ചല്ല പറഞ്ഞു. ഇവിടുത്തെ പുരോഗമനവാദികളെല്ലാം കൊട്ടുമ്പോ, നമ്മുടെ രഹന ഫാത്തിമ ഒന്ന് കൊട്ടുമ്പോ അത് അമ്പലത്തിലല്ലേ കൊട്ടുന്നുള്ളൂ, പള്ളിയിൽ പോയി കൊട്ടുന്നില്ലല്ലോ. എനിക്ക് പള്ളികളെ വലിയ ബഹുമാനമാണ്. ഞാൻ ബാബുസ്വാമിയുടെ ആരാധകനാണ്, ഞാൻ മതസൗഹാർദ്ദവാദിയാണ്. പക്ഷെ രഹന ഫാത്തിമ പള്ളി കയറാൻ നോക്കുന്നില്ലല്ലോ. ബേസിക് ആയിട്ട് പറയട്ടെ, ഈ ചർച്ചയിൽ പങ്കെടുക്കാത്ത ആളുകളുടെ പേരുകൾ പരാമർശിക്കുകയും അവരെ അവമാനിക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്നത് മോഡറേറ്റർ ശ്രദ്ധിക്കണമെന്നാണ് എന്റെ ഒരു അപേക്ഷ. അത് പബ്ലിക് ഡൊമൈനിൽ വലിയ വിവാദമായ വിഷയമല്ലേ? പബ്ലിക് ഡൊമൈനിൽ വലിയ വിവാദമായ വിഷയമല്ലേ? അതിൽ പേര് പറയുന്നത് ആ തെറ്റ്. നമ്മള് അഴിമതിയെ കുറിച്ച് പറയുമ്പോൾ സരിതാ നായരുടെ പേര് പറയില്ലേ? അപ്പൊ സരിതാ നായരുടെ പേര് പറയാൻ പാടില്ല പറയുമോ? വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയം സംസാരിക്കുമ്പോൾ ശരിയാണ്. ഇല്ല, ആ വിഷയം അവരങ്ങ് ഉന്നയിച്ചത് മാത്രമേ ഉള്ളൂ. അത് ഈ ചർച്ചയിൽ ഓരോരുത്തരും പറയുന്ന ഭാഷ ആളുകളിലേക്ക് എത്തുന്നുണ്ടല്ലോ. അപ്പോൾ ആളുകൾ എന്താണ് ഈ ചർച്ചയിൽ നിന്ന് സ്വാംശീകരിച്ചെടുക്കുന്നത് എന്നുള്ളത് കൂടി ലക്ഷ്മി രാജീവിന് മനസ്സിലാവും. ഓരോരുത്തരുടെയും നിലപാട് എന്താണെന്നതിനോടൊപ്പം അവരുടെ സംസ്കാരം എന്താണെന്ന് കൂടി വ്യക്തമാകും. ലക്ഷ്മി രാജീവ്,
RV ബാബു, രാഹുൽ ഈശ്വർ, ഡോക്ടർ TS ശ്യാംകുമാർ, ഒപ്പം തന്നെ ഫാദർ പോൾ തേലക്കാട്, അഡ്വക്കേറ്റ് P സതീദേവി. നന്ദി ATS അവസാനിച്ച്. നമസ്കാരം.